എല്ലാവരും ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതിനുശേഷം അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന പ്രോഫറ്റ് മുഹമ്മദ് അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ്. ഖലീഫ ഉമറും ഖലീഫ അബൂബക്കറും എല്ലാ ഖലീഫമാരും ഉസ്മാനും ഒക്കെ ചരിത്ര പുരുഷന്മാരാണ്. അപ്പൊ ചരിത്രവും ഐതിഹ്യവും കൂടെ കൂട്ടിക്കുഴക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഇത് കൂട്ടിക്കുഴക്കുന്നത്? ഇസ്രായേലി രാഷ്ട്രത്തിന്റെ പിറവിയിൽ ഇത് കൂട്ടിക്കുഴക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കൂട്ടിക്കുഴക്കുന്നത്? അബ്രഹാമിന്റെ 2 പുത്രന്മാര്, അദ്ദേഹത്തിന് വേറെ പുത്രന്മാരുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാര്, ഹാജറ ബീവി അല്ലെങ്കിൽ ഹെഗാറിലുള്ള പുത്രൻ ഇസ്മായിൽ, അവരുടെ പേര് ഇസ്മാലൈറ്റ്സ് എന്നാണ്. അവരിൽ ആ വംശത്തിൽപ്പെട്ട മുസ്ലിമുകളും ഐസക് അല്ലെങ്കിൽ ദ ചിൽഡ്രൻ ഓഫ് ഐസക്, അതിൽപ്പെടുന്ന ജേക്കബ് അല്ലെങ്കിൽ യാക്കോബ്, ക്രൈസ്തവരും ജൂതന്മാരും ആണുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹോദരന്മാർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ നാടാണ്. ആ നാട്ടില് വന്നിട്ട് അതിൽപ്പെട്ട വംശത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്, ഈ ദൈവവും ഞങ്ങളും തമ്മിൽ, മനസ്സിലായില്ലേ, there is a covenant, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടെന്ന്. ദൈവവുമായിട്ട് ഉടമ്പടി ഉണ്ടാവുമെന്ന് ദൈവവിശ്വാസികൾ വിശ്വസിക്കൂല, ദൈവവിശ്വാസികളല്ലാത്തവരും വിശ്വസിക്കൂല. ദൈവവുമായിട്ട് പോയിട്ട് ഒരു ഉടമ്പടി നടത്തുക എന്ന് പറഞ്ഞാൽ ആ ഉടമ്പടി അനുസരിച്ച് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭൂമിയാണ് വാഗ്ദത്ത ഭൂമി, ദ പ്രോമിസ് ലാൻഡ്, കനാൻ എന്നാ പറയുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഓരോരുത്തർ ജീവിക്കുന്ന സ്ഥലം. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളിലോട്ട് ഞാൻ പോവുകയാണ്. ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ എന്ന പോലെ, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്ന പോലെ, അറബികളുടെ പലസ്തീൻകാർക്ക് പലസ്തീൻ അവരുടെ നാടാണ്, അവരുടെ രാജ്യമാണെന്നാണ് മഹാത്മജി ഇതിനെപ്പറ്റി പറഞ്ഞത്. ആ തത്വത്തിലാണ് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. ആ രാഷ്ട്രത്തിൽ ഭൂരിപക്ഷമായിട്ട് ഏത് വിഭാഗം ആൾക്കാർ ജീവിക്കുന്നോ അവരുടേതാണ് ആ രാഷ്ട്രം. നേരത്തെ അജിംസ് പറഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 3% മാത്രം ഉണ്ടായിരുന്നുള്ളൂ ജൂതന്മാരുണ്ട്. കറക്റ്റ്, അതാണ് ഇഷ്യൂ. അപ്പോ അതനുസരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം നാളെ ബുദ്ധമതത്തിൽപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് പുറപ്പെടും. ഗയ അല്ലെങ്കിൽ ബോധ് ഗയ, ബുദ്ധൻ ജനിച്ച ഏരിയ, അത് ഞങ്ങൾക്ക് വേണ്ടതാണ്, ഞങ്ങൾക്ക് തരണം. പിന്നെ സലാഹുദ്ദീനും കടവനാടൊക്കെ മക്കത്തേക്കും മദീനത്തേക്കൊക്കെ പുറപ്പെടും. കാരണം ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ ആ കസ്റ്റോഡിയൻ ഓഫ് ഹോളി സിറ്റീസ് ഓഫ് മക്ക ആൻഡ് മദീന എന്നുള്ള ടൈറ്റിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി എന്ന് അവർ രാജാക്കന്മാരോട് പോയി പറയും. ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടത്, ചെന്നേച്ചാ മതി, നമ്മള് കോൺസുലേറ്റിന്റെ പടി പോലും കടക്കൂല, മനസ്സിലായില്ലേ? അപ്പോ അതേമാതിരി ഒരുപാട്, ഉദാഹരണം അങ്കോർ വാട്ട് എന്ന് എൻറ്റയർ ഇൻഡോ ചൈന എന്ന് പറഞ്ഞ ഏരിയ, വിയറ്റ്നാമും ലാവോസും കംബോഡിയൊക്കെ ഹിന്ദു മതത്തിൽപ്പെട്ട സ്ഥലങ്ങളായിരുന്നു അവിടെ ആദ്യകാലത്ത്. അപ്പോ അവിടെ പോയിട്ട് നമ്മൾ പറയാണ് അവിടുത്തെ ഭാഷ ഹിന്ദു ഭാഷയാണ്, സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഭാഷകളാണ് അത്, അവിടുത്തെ ആചാരങ്ങൾ അതുമാതിരിയുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിന്റെ അത് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറയുന്ന പേരാണ് അതിന്റെ അഖണ്ഡ ഭാരതം. മനസ്സിലായില്ലേ? അഖണ്ഡ ഭാരതം തന്നെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ. മനസ്സിലായില്ലേ? അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ മ്യൂട്ടായി സാറിന്റെ മൈക്ക് മ്യൂട്ടാണ് സാറേ. ഓക്കെ 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 ഇപ്പൊ ഓക്കെ. അഖണ്ഡ ഭാരതം, ഓക്കെ ഓക്കെ. അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും, കാന്താരി ജനിച്ച സ്ഥലം കണ്ടഹാർ ഇൻ അഫ്ഗാനിസ്ഥാൻ, മനസ്സിലല്ലേ? തൊട്ടിട്ട് നമ്മൾ ഈ രാമാക്കീൻ, അത് തായ്ലൻഡ്, അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യം മാതിരിയാണ് ഗ്രേറ്റർ ഇസ്രായേൽ. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇവർ പറഞ്ഞ ഇതൊന്നുമല്ല, ഇതിൽ അപ്പുറത്തോട്ടുള്ള ഏരിയാസിലോട്ടൊക്കെ അത് വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇത് വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നിരുന്ന ഒരു വംശമാണ് ഇസ്രായേലി വിഭാഗം. ഇനി ഇസ്രായേലുകളും മുസ്ലിമുകളും തമ്മിലുള്ള ബന്ധം പറയാം. ഇസ്രായേലുകളും മുസ്ലിമുകളും തമ്മിൽ ഒരു കാലത്തും പോരാട്ടം ഉണ്ടായിട്ടില്ല. റസൂലിന്റെ കാലത്ത് ചില്ലറ ബനു ഇസ്രായേലായിട്ട് പോരാട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് പോരാട്ടം ഉണ്ടായിട്ടില്ല. മുസ്ലിം സാമ്രാജ്യത്തിന്റെ കാലത്ത് പോലും ഇസ്രായേലികളായിട്ട് പീഡിപ്പിക്കുകയോ യുദ്ധമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. മറിച്ച്
യുദ്ധമുണ്ടായിട്ടുള്ളത് ക്രൈസ്തവ മതവും മുസ്ലിമുകളും തമ്മിലാണ്. അതായത് സ്പെയിൻ അടക്കം വരെ ഉള്ള പ്രദേശങ്ങളൊക്കെ ഇസ്ലാം കീഴടക്കിയപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ചാൾസ് മാർട്ടൽ, അദ്ദേഹം ഇസ്ലാമിനെ തടഞ്ഞു. അതിനുശേഷം പോപ്പ് അർബൻ ഒന്നിന്റെ കാലഘട്ടത്തിൽ കുരിശുദ്ധങ്ങൾ പ്രഖ്യാപിച്ചു. അങ്ങനെ ദീർഘം പോരാട്ടങ്ങൾ ഉണ്ടായി ഇസ്ലാമും ഇതും കൂടെ തമ്മിൽ. അത് അവസാനം ഇവിടെ എത്തി നിൽക്കുന്നത് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നാണ് ഹണ്ടിങ്ടന്റെ തിയറി. അതല്ല. അപ്പൊ അതേമാതിരി അല്ല, ഒരു കാലഘട്ടത്തിലും മുസ്ലിമുകൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ആ വാക്യാണ് ഉപയോഗിക്കുന്നില്ല, അറബ് രാഷ്ട്രങ്ങളൊന്നും കൂട്ടിക്കോ, അവരൊന്നും ഒരു കാലഘട്ടത്തിലും ജൂതന്മാരെ പീഡിപ്പിച്ചതായിട്ടുള്ള ചരിത്രം ഞാൻ എവിടെ പഠിച്ചിട്ടും ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് ആന്റി സെമിറ്റിസം എന്ന് പറഞ്ഞാൽ ജൂതവിരുദ്ധമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉടലെടുത്തത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, റഷ്യയിലും പോളണ്ടിലും ജർമ്മനിയിലും ഒക്കെയാണ്. അതിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, അതിലോട്ട് പോകാനെക്കാട്ടും മുമ്പ് ഈ സത്യത്തിൽ ഏകദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരും മുസ്ലിമുകളാണ്. ഒരു മുസ്ലിം കോളേജ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്, നിങ്ങളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ മതമല്ല. കാരണം ക്രൈസ്തവ മതത്തിൽ ത്രൈത്വമുണ്ട്, ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്. അതുണ്ട്. ഇതിൽ അതില്ല. ഒരു കിതാബ് തോറാത്ത്, ഇതെല്ലാം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. തോറാത്ത്, ഇഞ്ചീൽ, സാബൂർ, അതായത് ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് ആൻഡ് ഡെഡ് സീ സ്ക്രോൾസ് ഖുറാനിൽ പറഞ്ഞു. അപ്പൊ അതേമാതിരി ഇവരും നിങ്ങളും തമ്മിലാണ് അടുപ്പുള്ളത്. ഇവരും നിങ്ങളുടെ മാതിരി തന്നെ ഏകദൈവ വിശ്വാസികളാണ്, ഏക കിതാബിൽ വിശ്വസിക്കുന്നതാണ്. ഇവർ ഹലാൽ ഭക്ഷണം ഇവർ കഴിക്കുള്ളൂ. ഇവര് മറ്റേ മാർക്കം ചെയ്യുന്നുണ്ട്. ജൂതന്മാര് കള്ളു കുടിക്കാൻ പാടില്ല, പോർക്ക് തിന്നാൻ പാടില്ല, ഒരു സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, മനസ്സിലല്ലേ? മറ്റേ അഡൾട്ടറി സ്റ്റോൺ ചെയ്യും എന്നാണ് അവർ പറയുന്നത്, മോസസിന്റെ 10 കമാൻഡ്മെന്റ്സ് പ്രകാരം. അപ്പൊ ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത്, പേരുകൾ പോലും സെയിം ആണ് ഇവരുടെ പേരുകളൊക്കെ. അവിടെയും കാണാം സലാഹുദ്ദീനെ പേര് കാണൂല, കാരണം ജൂതമതത്തിൽ ഏറ്റവും വിരോധമുള്ള, ക്രൈസ്തവ മതത്തിൽ ഏറ്റവും വിരോധമുള്ള ഒരാളുടെ പേരാണ് സലാഹുദ്ദീൻ. സലാഡിൻ എന്ന പേരിൽ കുരിശുദ്ധങ്ങളിൽ, മനസ്സിലായില്ലേ, റിച്ചേർഡ് ഓഫ് ദ ലയൺ ഹാർട്ടായിട്ടൊക്കെ പോരാടി, മനസ്സിലായില്ലേ, കുരിശുദ്ധത്തിലെ ഹീറോ ആയിരുന്നു, മുസ്ലിം ഹീറോ ആയിരുന്നു ഈ സലാദിൻ. അതല്ലാതെ ഈ സലാഹുദ്ദീനാണ് ശരിക്കും സലാഡിൻ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. അപ്പോ ആ നിലക്ക് അങ്ങനെ ഒരു പോരാട്ടം ജൂതമതമായിട്ടുള്ള അവരുടെ സഹോദര മതമായതുകൊണ്ടും ജൂതന്മാരെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമുകൾ അവരെ ദിമ്മികൾ, ദ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ മജീദ് സലാഹി ഉള്ളത് കൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി പറയും, അദ്ദേഹം ഹമാസിനെ പറ്റിയും പറയും. അതിൽ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം ഹമാസിനെ പറ്റിയുള്ളൂ, അതും അദ്ദേഹം പറയും. കാരണം ഞങ്ങൾക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതിൽ. ഏതായാലും നമ്മൾ ചരിത്രപരമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന 2 വിഭാഗങ്ങൾ, അവർ തമ്മിലുള്ള തല്ലുപിടുത്തത്തിന്റെ 3 വിഭാഗങ്ങൾ, അതിന്റെ തല്ലുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഞാൻ പറയാം, അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത്. ഇനി അഡോൾഫ് ഹിറ്റ്ലറിനെ നമ്മൾ ക്രിസ്ത്യാനിയായിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല, അങ്ങനെ ക്രിസ്ത്യാനിയൊന്നുമല്ല നമുക്ക്. ബെനിറ്റോ മുസോളിനിയോ അല്ലെങ്കിൽ ജോസഫ് സ്റ്റാലിനോ അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറോ ഒന്നും ഐ ഡോണ്ട് തിങ്ക് ദേ വർ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ്. അപ്പോ അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ആന്റി സെമിറ്റിസം വളരെ ശക്തമായിട്ട് വരികയും ഹിറ്റ്ലർ ചാൻസലറായിട്ട് വരികയും ജർമ്മനിയുടെ ഡിക്റ്റേറ്റർ ആവേണ്ടപ്പെട്ട കാലഘട്ടത്തിലാണ് ഹോളോകോസ്റ്റ് എന്ന് പറയപ്പെടുന്ന സംഭവം നടക്കുന്നത്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഫൈനൽ സൊല്യൂഷൻ എന്നാണ് അതിന്റെ പേര്. ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂതന്മാരുടെ ഉന്മൂലനാശം ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. അതിന്റെ ജർമ്മൻ പേര് എൻഡോസ്ലൂങ് എന്നാണ്, ദ ഫൈനൽ സൊല്യൂഷൻ. അതനുസരിച്ചിട്ട് ജൂതന്മാർ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു. വലിയ പീഡനങ്ങൾ ഹിറ്റ്ലർ കയ്യാൽ അനുഭവിച്ചു. മനസ്സിലായില്ലേ, അവരെ പല കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നമുക്കറിയാം, വളരെ അറിയപ്പെടുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട്. ഞാൻ കുറച്ച് എണ്ണത്തിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. ഓസ്വിറ്റ്സ്, ട്രെബ്ലിങ്ക, ഡഹൗ, മനസ്സിലല്ലേ, സോബിബോർ, അങ്ങനെയൊക്കെ. അപ്പോ അവിടെ വെച്ചിട്ട് ഈ ജൂതന്മാരെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റർമിനേഷൻ ഓഫ് യൂറോപ്യൻ ജൂറി, അതായത് യൂറോപ്യൻ ജൂറി ജൂയിഷ് നേഷനെ കൊന്നൊടുക്കുക എന്നുള്ളത്. ഏതായാലും അത് നടപ്പാക്കിയതിന്റെ ഫലമായിട്ട് ജൂതന്മാർ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് കുറച്ചു മുമ്പായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ജൂതരാഷ്ട്രത്തെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അതേമാതിരി നമ്മൾ പാകിസ്ഥാനെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമ്മൾ പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. കാരണം നമ്മൾ അന്ന് മുഹമ്മദ് അലി ജിന്ന, പ്രത്യേകിച്ച് കടവനാടോട് ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പൂർവികൻ മൊയ്ദ് മൗലവിയൊക്കെ മുഹമ്മദ് അലി ജിന്നയുടെ ഈ പാകിസ്ഥാൻ സിദ്ധാന്തത്തിനെതിരായിട്ട് പോരാടിയിട്ടുള്ള കുടുംബത്തിനാണ്. ഞാനും അതിൽപ്പെടും.
മുഹമ്മദ് റഹ്മാൻ സേവന്റെ എൻ്റെ കുടുംബം. അപ്പോൾ ഞങ്ങളൊക്കെ അതിനെതിരായിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ മതത്തിന്റെ പേരിലുള്ള ഒരു രാഷ്ട്രവും നമ്മൾക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മതത്തിന്റെ പേരിലുള്ള ഒരു രാഷ്ട്രവും നമുക്ക് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെ വംശീയതയുടെ പേരിലുള്ള ഒരു ഇസ്രായേലി രാഷ്ട്രം, അപ്പൊ അതെങ്ങനെ വന്നു എന്ന് കൂടി പറയാം. ഇവർക്ക് ഒരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ജോസഫ് സ്റ്റാലിൻ പറഞ്ഞ് ഒരു രാഷ്ട്രം ഞാൻ തരാം, USSR ക്രിമിയയിൽ ഒരു രാഷ്ട്രം തരാമെന്ന് പറഞ്ഞു. അത് അവർ അംഗീകരിച്ചില്ല. ബ്രിട്ടീഷുകാർ അവർ യുഗാണ്ടയിൽ ഒരു രാഷ്ട്രം തരാമെന്ന് പറഞ്ഞു. അതും അവർ അംഗീകരിച്ചില്ല. ജർമ്മനി പറഞ്ഞു വി വിൽ പ്രൊവൈഡ് ഇൻ മഡഗാസ്കർ, മനസ്സിലായില്ലേ? അതും അവർ അംഗീകരിച്ചില്ല. അപ്പോഴാണ് തിയോഡോർ ഹെർഷൽ ഒരു തിയറി ആയിട്ട് പറയുന്നത്, ഇങ്ങനെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്കൊരു രാഷ്ട്രം ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് പ്രോമിസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. കാരണം എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവർ. ഉദാഹരണം മലേഷ്യ, അവിടെ ഹിന്ദുക്കളും ഉണ്ട്, ചൈനക്കാരും ഉണ്ട്, മനസ്സിലായില്ലേ? അവിടെ ബുദ്ധമതത്തിൽപ്പെട്ടവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, മുസ്ലിമുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ രാഷ്ട്രവും മതത്തിന്റെ പേരിൽ. ഏതായാലും തിയോഡോർ ഹെർഷലിന്റെ സയനിസം എന്ന തിയറി, ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഡേവിഡ് ബാൽഫോർ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബ്രിട്ടൻ, അദ്ദേഹം കാലഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരികയും അത് അവസാനം ചുരുക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, മൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചരിത്രത്തിന്റെ ആ ഏടോടുകൂടി ഇരിക്കാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ആ കാലഘട്ടത്തിൽ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഇവർക്ക് വലിയ പീഡനങ്ങൾ അനുഭവിച്ചു എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ജർമ്മനിയിലാണ് ഇവർക്ക് രാജ്യം കൊടുക്കേണ്ടത്. കാരണം എത്രയോ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. യൂറോപ്പിൽ ഇപ്പോഴും 54 രാഷ്ട്രമുണ്ട്. അങ്ങനെ ഒരു 50 വല്ല ലക്സംബർഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ചെറിയ കൊച്ചു ലീസൻസിനോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് രാജ്യം അവർ കൊടുത്താൽ മതിയായിരുന്നായിരിക്കും. അത്ര അവരെ എണ്ണത്തിലുള്ളൂ. അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യയിൽ സ്റ്റാലിൻ പറഞ്ഞ മാതിരി ക്രിമിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യുക്രൈനിലോ എവിടെയെങ്കിലും ഒരു രാഷ്ട്രം കൊടുക്കാൻ പറ്റില്ല. അവിടെ ജൂതന്മാരുണ്ടേ. അവിടെ ജൂതന്മാർ കൂടുതലുള്ളത്, അവരുടെ പേര് അഷ്കനസി ജൂ എന്നാണ്. അവർ കൂടുതലുള്ള ജർമ്മനിയിലും പോളണ്ടിലും സോവിയറ്റ് റഷ്യയിലും ഒക്കെ. അപ്പൊ അവർക്ക് അവിടെയായിരുന്നു കൊടുക്കേണ്ടത്. അവർക്ക് അത് കൊടുക്കുന്നതിന് പകരമായിട്ട് ബ്രിട്ടീഷ് അധീനതയിൽ ഉണ്ടായിരുന്ന അറബ് രാഷ്ട്രം, ആ അറബ് രാഷ്ട്രത്തെ തുണ്ടമാക്കിയിട്ട്, അല്ലേ, പൊന്നാനി എന്ന പേരുള്ള ഒരു രാഷ്ട്രം, അതാണ് നമ്മുടെ ഫുജേറ അല്ലെങ്കിൽ ഒമാൻ, മസ്കട്ട്, അവിടെയൊക്കെ ഇത്ര ജനമുള്ളൂ. അപ്പോ അങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ, തിരൂര്, താനൂരൊക്കെ രാഷ്ട്രമൊക്കെ പൊന്നാനി, അങ്ങനെയാണ് ഇവരുടെ രാഷ്ട്രങ്ങൾ എടുക്കുന്നത്. അങ്ങനത്തെ തുണ്ടം ആയിട്ട് ഈ രാഷ്ട്രങ്ങളാക്കുകയും 1937 എണ്ണ അവിടെ വരികയും ചെയ്തപ്പോ സാമ്രാജ്യത്വം ഇതൊരു അവസരമായി മുതലാക്കിക്കൊണ്ട് ഒരു ഇസ്രായേലി രാഷ്ട്രം സ്ഥാപിക്കണം എന്നവർ അവരങ്ങനെ ഇസ്രായേലി രാഷ്ട്രം അവിടെ സാധിക്കാനായിട്ട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തീരുമാനമെടുക്കുകയും അവർ കണ്ടുപിടിച്ച സ്ഥലമാണ് ഇന്നത്തെ ഇസ്രായേൽ. ഈ ഇസ്രായേലിനെ സൃഷ്ടിക്കുകയും അതിൽ ഒരു ചെറിയ പാര വെച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു പാലസ്തീൻ രാഷ്ട്രം അവരവിടെ സൃഷ്ടിച്ചു. പക്ഷേ പാലസ്തീൻ രാഷ്ട്രത്തിന്റെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയപ്പെടുന്ന, ഇപ്പോഴും നമുക്കറിയാം വെസ്റ്റ് ബാങ്ക്, ആ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സാധനം എടുത്ത് ജോർദാൻ കൊടുത്തു. ഇപ്പുറത്തിരിക്കുന്ന ഗാസ ഈജിപ്തിനും കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ഒരു ചെറിയൊരു ലൈൻ വരച്ചിട്ട് ജെറൂസലത്തിന്റെ ഒരു പോർഷൻ, ജെറൂസലത്തിനെ ഒരു ഇന്റർനാഷണൽ സിറ്റി ആക്കണം എന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ജെറൂസലത്തിനെ ഒരു ഇന്റർനാഷണൽ സിറ്റി ആക്കാനായിട്ടുള്ള തീരുമാനം എടുത്തു. ഇനിയിപ്പോ ജെറൂസലത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, കാരണം അവിടെയുള്ള ബോംബേറെ കണക്കുന്നത്. ജെറൂസലം 3 പേർക്കും വേണ്ടപ്പെട്ട സ്ഥലമാണ്. അൽ അക്സ എന്ന പള്ളി, മനസ്സിലായില്ലേ, ഇസ്ലാമിന്റെ 3ാമത്തെ പുണ്യപള്ളി, മനസ്സിലായില്ലേ. അൽ ഖുദ്സ് എന്ന് പറയപ്പെടുന്ന ജെറൂസലമിൽ ബൈത്തുൽ മുഖദ്ദിസ്, അവിടെ റസൂല്, മനസ്സിലായില്ലേ, സ്വർഗ യാത്ര ചെയ്ത സ്ഥലമാണ്. അദ്ദേഹം മക്കയിൽ നിന്ന് ജെറൂസലത്തോട്ട് യാത്ര തിരിക്കുകയും, യാത്ര എന്ന് വെച്ചാൽ പറക്കുകയാണ് ഇത്, വെച്ചാല് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ബുറക്ക് എന്ന കുതിരയിൽ അദ്ദേഹം സ്വർഗാരോഹണം ചെയ്യുകയും പോയിട്ട് തിരിച്ചു വരികയും ചെയ്താണ് ചരിത്രം. അപ്പൊ ഡോം ഓഫ് ദ റോക്ക്, അവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ബുറക്കന്റെ കാൽപ്പാടുകൾ അവിടെ കാണപ്പെടുന്നു, ഐതിഹ്യമാണ്, അവിടെ കാണുന്നുണ്ട്. ആ അൽ-അക്സ പള്ളിയുടെ മുമ്പിലാണ് എനിക്കും കടനാടനും ചിലപ്പോൾ സലാഹുദ്ദീനും ഒക്കെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട മൗലാന മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ ശവകുടീരം കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ബ്രിട്ടീഷ് അധിനിവേശത്തിലുള്ള ഇന്ത്യയിൽ എന്നെ കബറടക്കം ചെയ്യരുത്, എന്നെ മറ്റെവിടെയെങ്കിലും കബറടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്ന ജെറൂസലം, അവിടെയാണ്. പിന്നെ 2ാമത് വരുന്നത് ക്രിസ്തു, മുസ്ലിമൊക്കെ പുണ്യം, ക്രിസ്തുവിന് ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലമാണ് വയാ ഡൊളോറസ്, ദ വേ ഓഫ് ദ ക്രോസ്. അതായത് ജീസസ് ഓഫ് നാസറത്ത് കുരിശുമേന്തിക്കൊണ്ട് ആ കയറിയ മല ഗോൾഗോത്ത അല്ലെങ്കിൽ കാൽവാരി, അതിന്റെ മുകളിലിരിക്കുന്ന പള്ളി, അതിന്റെ പേരാണ് ദ ചർച്ച് ഓഫ് ദ ഹോളി സെപ്പുൾക്രേ.
അവിടെയാണ് ജീസസ് ഓഫ് നാസറത്തിനെ കുരിശിലേറ്റിയതും ജോൺ ഓഫ് അരിമാത്ത അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് കാണുകയും അവിടെ കബറടക്കം ചെയ്യുകയും ചെയ്തത്. ആ സ്ഥലം ആണ് ഈ ചർച്ച ഇരിക്കുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ക്രിസ്ത്യാനിക്ക് ഇതിനെക്കാട്ടും വലിയൊരു സംഭവം ഉണ്ടാവും. കാരണം കുരിശ് ഇരിക്കുന്ന സ്ഥലം, അപ്പൊ അവർക്കും വേണ്ടപ്പെട്ട സ്ഥലം. മൂന്നാമത് വേണ്ടപ്പെട്ട സ്ഥലമാണ് ജൂതന്മാർ. കാരണം അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള പള്ളി, അതായത് സോളമൻ സൃഷ്ടിച്ച ദ ടെമ്പിൾ ഓഫ് സോളമൻ, അത് നെബൂഖദ്നസർ, അത് മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ അടിച്ചുടച്ചൊന്നുമല്ല, അത് നെബൂഖദ്നസറും റോമാ സാമ്രാജ്യവും അടിച്ചുടച്ച പലതവണയായിട്ട്. അവിടെ അതിന്റെ ഒരു മതിലിന്റെ ഒരു പോർഷൻ ഉണ്ട്, അതാണ് വിലാപ മതിൽ. ആ വിലാപ മതിൽ അല്ലെങ്കിൽ വെയിലിംഗ് വാൾ, അത് അവർക്കും അവിടെ ഇരിക്കുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു MES മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ ഇരിക്കുന്നമാര് കൂട്ടാവാണ് വെച്ചാൽ. കാരണം ഞാൻ അവിടെ പോയി കണ്ടെത്തുവാണ് മനസ്സിലെ ഒരു ചെറിയൊരു കുന്ന് അതിന്റെ മുകളിലായിട്ട് ഇരിക്കുന്ന സംഭവമാണ്. അപ്പൊ 3 പേർക്കും വേണ്ടപ്പെട്ട ഈ നഗരം ഒരു ഇന്റർനാഷണൽ സിറ്റി ആയിട്ടായിരുന്നു ഡിക്ലെയർ ചെയ്യേണ്ടത്. വത്തിക്കാനൊക്കെ ഡിക്ലെയർ ചെയ്ത മാതിരി ഇന്റർനാഷണൽ സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒറിജിനലി താമസിച്ചിരുന്ന അറബികൾക്ക് കൊടുക്കുക. അത് കൊടുക്കാതെ അത് എടുത്ത് ഒരു സാമ്രാജ്യത്വം സൃഷ്ടിച്ച ഇസ്രായേൽ എന്ന രാജ്യവുമായിട്ട് നമ്മുടെ പോരാട്ടം, നമ്മുടെ എന്നല്ല, ഈ ലോകത്ത് പ്രത്യേകിച്ച് സെക്കുലർ ആയിട്ടുള്ള രാജ്യങ്ങള്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ പോരാട്ടം തുടരുകയാണ്. ആ പോരാട്ടത്തിന്റെ കഥ എനിക്ക് ശേഷം വന്നിട്ടുള്ള CP ജോണും അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണേട്ടനും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മജീദ് സലാഹി സാഹിബും ഒക്കെ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചരിത്ര അവലോകനം നടത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് തുടക്കം വെക്കുകയാണ്. താങ്ക് യു. അജു സാറ് വിളിച്ചോളൂ, സാറിനെ വിളിച്ചോളൂ. അടുത്തതായി CP ജോൺ സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വെബിനാറിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെ സ്നേഹിതനും കേരളത്തിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും ഡോക്ടറും അതുപോലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തും, അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് തന്നെ എനിക്ക് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു, പ്രിയപ്പെട്ട ഫസൽ ഗഫൂർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സ്നേഹിതൻ കുഞ്ഞിക്കണ്ണൻ, സലാഹുദ്ദീൻ, അതുപോലെ പൊന്നാനി MES കോളേജിലെ മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഞാൻ സമയത്തിൻ്റെ പരിമിതി ഉണ്ട് എന്നതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ സംസാരം ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 16-ാം തീയതി, ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഇതിനെ സംബന്ധിച്ച് ഇട്ടിട്ടുണ്ട്. അത് 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് ലൈവ് പരിപാടിയാണ്. എല്ലാ ഞായറാഴ്ചയും 4 മണിക്ക് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സംസാരിച്ചത് പലസ്തീനെ കുറിച്ചായിരുന്നു. അതിൽ എൻ്റെ അഭിപ്രായങ്ങൾ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് കേൾക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും കേൾക്കാമല്ലോ. രണ്ടും നേരിട്ടല്ലല്ലോ, ഓൺലൈനിലല്ലേ. കുഞ്ഞിക്കണ്ണന് സുഖം തന്നെയല്ലേ? കുഞ്ഞിക്കണ്ണ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ അതുകൊണ്ട് ഞാൻ വളരെ നീണ്ട ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ഇവിടെ പറയുന്നില്ല. കാരണം ഞാൻ ഈ 50 മിനിറ്റുള്ള എൻ്റെ ആ ലൈവ് വീഡിയോയിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പൊതുവിൽ എനിക്ക് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ കാര്യങ്ങളോട് ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ യോജിപ്പാണ്. ഞാൻ അതിനെ എൻഡോസ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ സാറും അവിടെ പ്രിൻസിപ്പളും ഇതിനെ സംബന്ധിച്ച് തുടങ്ങി വെച്ച കാര്യങ്ങളോടും വിയോജിപ്പുകളേക്കാൾ കൂടുതൽ യോജിപ്പുകൾ തന്നെയാണുള്ളത്. ഒരു ദോഷം ഈ വെബിനാറിനുള്ളത്, യോജിപ്പുകളുടെ വിവിധ ഭാവങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. വിയോജിപ്പുകൾ ഉള്ളവർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യോജിപ്പുകളുടെ ചില ഭാവവ്യത്യാസങ്ങൾ മാത്രമേ ഈ വെബിനാറിൽ വരുന്നുള്ളൂ എന്നുള്ളത് വെബിനാറിൻ്റെ ഒരു ദോഷമായിട്ട് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതുമാണ്. എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡീറ്റെയിൽസിലേക്ക് അധികം പോകുന്നില്ല. ഒന്നാമതായിട്ട് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ്, അതായത് ഐതിഹ്യവും ചരിത്രവും അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, എന്നാൽ അതെങ്ങനെ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഐതിഹ്യത്തിന് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിനെയൊക്കെ
അത് ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പം മഹാബലി ഇവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വാമനം വന്നിരുന്നോ എന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നമല്ല, ഐതിഹ്യമാണ്. പക്ഷെ നമുക്ക് ഓണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് നമുക്ക് ഐതിഹ്യങ്ങളുടെയൊക്കെ ഒരു ഊന്നുപടിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസവും ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ആ ഐതിഹ്യവും ഇതിഹാസ തുല്യമായിട്ടുള്ള കാര്യങ്ങളും, മഹാഭാരതത്തിൽ എത്ര പേര് മരിച്ചു എന്നുള്ളത് നമ്മുടെ പ്രശ്നമില്ല. പക്ഷെ മഹാഭാരത കഥ നമുക്ക് വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ ഭഗവത്ഗീതയും നമുക്ക് പ്രധാനമാണ്, അർജുന വിഷാദയോഗവും നമുക്ക് പ്രധാനമാണ്. പക്ഷേ മഹാഭാരതത്തിലെ എണ്ണം എടുത്താൽ അന്ന് ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ സൈന്യത്തിലുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ വാച്യാർത്ഥം നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഐതിഹ്യങ്ങളെയും ചരിത്രത്തെയും എങ്ങനെയാണ് കാണേണ്ടതെന്നും എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിനെ വിഴുങ്ങാത്ത തരത്തിലും കൂട്ടിക്കുഴയ്ക്കാത്ത തരത്തിലും അത് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നും നമ്മൾ ആദ്യമായിട്ട് പരിശീലിക്കേണ്ടതുണ്ട്. കാരണം ചരിത്ര വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒന്നും തിരിഞ്ഞു നോക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. തിരിഞ്ഞു നോക്കാം, എത്ര വേണമെങ്കിലും ഇതിഹാസങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കാം. പക്ഷെ തിരിഞ്ഞു നോക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എന്തിനു വേണ്ടിയാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ ഇത് പറഞ്ഞതുപോലെ ബൈബിളിൽ നിന്നൊരു കഥ, ഖുറാനിലും ആ കഥ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോത്തിന്റെ കഥ ഖുറാനിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഉണ്ടായിരിക്കാനുള്ള വഴിയുണ്ട്. ഞാൻ അതിനെ അറിയാത്തതുകൊണ്ട് ഞാൻ പറയരുതില്ലെന്നുള്ളതാണ്. അപ്പൊ അതിലൊരു തിരിഞ്ഞു നോട്ടമുണ്ട്. എല്ലാവരും തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കിയവരൊക്കെ ഒപ്പുതൂണായി. അത് തിരിഞ്ഞു നോക്കരുതെന്ന് മാലാഖ പറഞ്ഞിരുന്നു. അത് ഐതിഹ്യമാണ്. അത് തിരിഞ്ഞു നോക്കിയത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അവരൊരു ലസ്റ്റിലേക്കാണ് തിരിഞ്ഞു നോക്കിയത്. അവരുടെ ആ ധനങ്ങളിലേക്കും ദൈവം അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മഹാഭാരതത്തിൽ അപ്പൊ ലസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്നുള്ളതാണ്. അതുപോലെ മഹാഭാരതത്തിലും തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ധർമ്മപുത്രർ മാത്രം തിരിഞ്ഞു നോക്കിയില്ല, ബാക്കി എല്ലാവരും തിരിഞ്ഞു നോക്കി. അവരൊക്കെ പിന്നെ അപ്പൊ തന്നെ സ്വർഗാരോഹണത്തിന് അർഹരല്ലാവുകയും ചെയ്തു. ഇത് രണ്ടും ഐതിഹ്യങ്ങളാണ്. പക്ഷെ അതിലെ തിരിഞ്ഞു നോക്കുക എന്നത് എന്തിനാണ് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു എളിയ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികൾ എൻ്റെ മുന്നിൽ എവിടേക്കോ ഇരിക്കുന്നുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, തിരിഞ്ഞു നോക്കാം, പക്ഷെ എന്തിനു വേണ്ടിയാണ്? നമുക്ക് മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള മുത്തുകളും അതുപോലെ തന്നെ രത്നങ്ങളും ഒക്കെ കിട്ടാനാണെങ്കിൽ തിരിഞ്ഞു നോക്കാം. വെള്ളത്തിലേക്ക് മുങ്ങരുതെന്ന് പറഞ്ഞു, മുങ്ങിയെടുക്കാം. മുങ്ങിയിട്ട് എന്താണ് എടുത്തുകൊണ്ടിരുന്നത്? തലോട്ടിയാണോ അതോ രത്നമാണോ അതോ മുത്താണോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് മുങ്ങിയെടുക്കേണ്ടതും തിരിഞ്ഞു നോക്കേണ്ടതും മുത്തുകൾ വാരാനാണ്, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിലേക്കാണ്. തിരിഞ്ഞു നോക്കരുതെന്നല്ല, അത് നോക്കുകയും അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പ്രചോദനം കൂടുതൽ മനുഷ്യ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പുരോഗതിയുടെയും മുത്തുകൾ വാരാനല്ലാതെ അല്ലെങ്കിൽ എടുക്കാനല്ലാതെ തിരിഞ്ഞു നോക്കരുത്. ശത്രുത വളർത്താനും ഹെയ്റ്റ് കണ്ടെത്താനും എത്രമാത്രം ഹെയ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും, തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പലരും തിരിഞ്ഞു നോട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഐതിഹ്യങ്ങളെയും ചരിത്രത്തെയും എല്ലാം കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ള അഭ്യർത്ഥന നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഐതിഹ്യത്തിലേക്ക് പോകുന്നില്ല. ഐതിഹ്യങ്ങൾ നേരത്തെ ഗഫൂർ പറഞ്ഞു, വളരെ ഫസൽ പറഞ്ഞത് വളരെ 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 ശരിയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എവിടെ നോട്ടം നിർത്താൻ പറ്റും? എവിടേക്കാണ് നമ്മൾ നോക്കുന്നത്? എവിടെ വെച്ച് നമുക്ക് അതിനൊരു കട്ട് ഓഫ് ഇയർ പ്രഖ്യാപിക്കാൻ പറ്റും? കൃഷ്ണന്റെ ഇതിലേക്ക് നോക്കാൻ പറ്റുമോ, രാമന്റെ നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെലേക്ക് നോക്കാൻ പറ്റുമോ? അതുകൊണ്ട് നോക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിന്റെ എന്നുള്ള എതിരായിട്ട് പറയുകയാണെങ്കിൽ ഒരു റെട്രോസ്പെക്റ്റീവായിട്ട് നമുക്ക് നോക്കുക എന്നല്ലാതെ അതിനെ ചരിത്രവുമായിട്ട് സമകാലീന ചരിത്രം അല്ലെങ്കിൽ സമകാലീന രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പൊളിറ്റിക്സ് ചെയ്യുന്ന ആളുകൾ, പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ആ തിരിഞ്ഞു നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏതാനും പതിറ്റാണ്ടുകളോ കൂടിപ്പോയാൽ 1-2 നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമുക്ക് ഫലപ്രദമായി തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ഉത്തരവാദികൾ ആരും തന്നെ ജീവിച്ചിരിക്കുന്നില്ല. അവരുടെ പ്രതിനിധികൾ പോലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അവരോട് നമ്മളത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട്
അതിനെക്കുറിച്ചൊരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ പറയല്ലെങ്കിൽ പോലും അത്തരം ഒരു ക്രൈസിസ് പഠനം ചരിത്രത്തിൽ ഉണ്ട്. അത് എങ്ങനെ നമുക്ക് ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട്, സമകാലീന ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റൂ. കറണ്ട് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നവർ ദയവായി ആയിരക്കണക്കിന് വർഷത്തെയുള്ള ഐതിഹ്യങ്ങളെ തോണ്ടിയെടുത്തു കൊണ്ടുവന്ന്, അതും തോണ്ടിയെടുത്ത് കൊണ്ടിരുന്നതിന് എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല, ഹേറ്റ്രഡ് ഉൽപ്പാദിപ്പിക്കരുത്. ഹേറ്റ്രഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഖനനത്തെയും ഒരു മുങ്ങിത്താഴലിനെയും ഒരു തിരിഞ്ഞുനോട്ടത്തെയും ഞാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ചില മൈൽ സ്റ്റോൺസ്, ചരിത്രത്തിലെ ചില മൈൽ സ്റ്റോൺസിലേക്ക് നമ്മൾ നോക്കാം. ഇപ്പൊ എല്ലാവരും യഹൂദന്മാരുടെ കാര്യത്തിലാണല്ലോ പറയുന്നത്. ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞതിന് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത്. ആരാണ് ഇപ്പൊ ഈ സമകാലീന ചരിത്രത്തിൽ ആരാണ് യഹൂദന്മാരെ പീഡിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമാണ്, അത് യൂറോപ്യൻസ് ആണ്. അത് ഓട്ടോമൻ എംപയറിന്റെ കാലത്ത് അവർക്ക് പീഡനങ്ങൾ ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ മാസാക്കറുകളോ അതുപോലത്തെ സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. മാത്രമല്ല റോമൻ എംപയർ വന്നതിന് ശേഷമാണ്, നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞൊരു ചെറിയൊരു ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അവരെ ശിഥിലമാക്കിയത് റോമൻ എംപയർ അവിടെ ആ ഭാഗങ്ങള് പിന്നെ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷമാണ് അവർ യൂറോപ്പിലേക്കൊക്കെ ചെതറി ഓടുന്നത്. അവരെ ചെതറി ഓടിച്ച് ക്രിസ്തുമത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള യൂറോപ്പിൽ പാഗൻ മതങ്ങൾക്കൊക്കെ ശേഷം അവരവിടെ എത്തിച്ചേർന്നപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്പ് ക്രിസ്ത്യനൈസ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഈ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയത്. ഉദാഹരണത്തിന് ഇപ്പൊ റഷ്യൻ ചർച്ച് എന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് ഗോർബച്ചോവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1000 വർഷം തീരുമാനിച്ചു ആഘോഷിച്ചത്, എന്നുവെച്ചാൽ കീവിലാണ് ഉണ്ടായത്. അപ്പൊ 1025 1030 1300 1030 വർഷമായിട്ടുള്ളൂ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ക്രിസ്ത്യനൈസേഷൻ ഓഫ് യൂറോപ്പ്, ആള് പലരും വിചാരിക്കുന്ന ക്രിസ്ത്യനൈസേഷൻ ഓഫ് യൂറോപ്പ് ആദ്യമേ സംഭവിച്ചിട്ടില്ല. റഷ്യ ക്രിസ്ത്യനൈസ് ചെയ്തത് 1030 കൊല്ലം മുമ്പാണ്. അതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് നമുക്കിവിടെ 1200 കൊല്ലം മുമ്പുള്ള തരസപ്പള്ളി ചപ്പേടുകൾ, ഞാൻ ചരിത്ര വിദ്യാർത്ഥികളായതുകൊണ്ട് പറയാണ്, തരസപ്പള്ളി ചപ്പേടുകൾ കൊല്ലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. ഇതിന് കൃത്യമായ തെളിവുകൾ 1800 AD തന്നെ ഉണ്ടായിട്ടുണ്ട്. സെന്റ് തോമസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ചരിത്രപരമായ തെളിവുകളില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഐതിഹ്യങ്ങളും കഥകളുമാണ്. അപ്പോൾ ഈ കേരളത്തിൽ തരസപ്പള്ളി ചപ്പേടുകളുടെ കാലം വെച്ച് ഗണിക്കുകയാണെങ്കിൽ പോലും യൂറോപ്യൻ ക്രിസ്ത്യനൈസേഷന്റെ മുൻപ് കേരളം ക്രിസ്ത്യനൈസ് ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ ഒരു കാരണവും ഇവിടുത്തെ യഹൂദ സാന്നിധ്യമായിരിക്കാം. കാരണം സെന്റ് തോമസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് യഹൂദന്മാരെ കാണാനായിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മൾ ഗൾഫിൽ പോകുന്നത് മലയാളികളെ കാണാനാണല്ലോ, അറബികളെ കാണാനല്ലല്ലോ എല്ലാ പാർട്ടിക്കാരും. അതുകൊണ്ട് നമുക്ക് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. യൂറോപ്യൻ ക്രിസ്ത്യനൈസേഷൻ ആണ് യഹൂദന്മാരുടെ പീഡനം ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ക്രിസ്ത്യൻസ് അവിടെ എന്താണ് ചെയ്തത്? ക്രിസ്ത്യൻസ് ഏതെങ്കിലും ഒരു മതം എന്നുള്ള അർത്ഥത്തിലല്ല, ക്രിസ്തീയ മതവിശ്വാസികളെക്കാൾ ക്രിസ്തീയ ഭരണാധികാരികൾ, മതവിശ്വാസികളെയും ആ മതത്തിന്റെ നേതൃത്വമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടത്തെയും വേറിട്ട് തന്നെ കാണുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് അവര് ജ്യൂസിനെതിരായി പറഞ്ഞത് ഒരു ഐതിഹ്യം തന്നെയാണ്. എന്താണ് ഐതിഹ്യം? യേശു ക്രിസ്തുവിനെ കൊന്നത് യഹൂദന്മാരാണ്. അത് ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയും, ഞാൻ ചരിത്ര വിദ്യാർത്ഥികളായതുകൊണ്ട് പറയാം. പോസിറ്റീവ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഒരു അർദ്ധമതം എന്ന് വിളിക്കാവുന്ന ഒരു മതചിന്ത തന്നെ ഹിറ്റ്ലറുടെ കാലത്ത് അദ്ദേഹം രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ആദ്യം അദ്ദേഹം റോമൻ കാത്തലിക് ചർച്ചുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ അവരതിന് വഴങ്ങിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ നാഷണലിസം ഒരിക്കലും വത്തിക്കാനെ അംഗീകരിക്കുന്നതിനോട് യോജിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അമ്മ ഒരു കാത്തലിക് ആയിരുന്നു. ഹിറ്റ്ലർ ഒരു കൺഫേം ചെയ്യപ്പെട്ട കാത്തലിക്കാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, എങ്കിലും പ്രാക്ടീസിങ് കാത്തലിക് ആയിരുന്നില്ല, പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നില്ല ഹിറ്റ്ലർ. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? 28 പ്രൊട്ടസ്റ്റന്റ് സഭകളെ യോജിപ്പിച്ചുകൊണ്ട് ഈ പോസിറ്റീവ് ക്രിസ്ത്യാനിറ്റി ഇൻസ്റ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഹിറ്റ്ലറിൽ നിന്ന് തുടങ്ങിയതല്ല. അതിനു മുൻപ് തന്നെ യഹൂദന്മാരെ ആർക്കും ആക്രമിക്കുകയോ കല്ലെടുത്തെറിയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യാം. നാസിയൊക്കെ വന്ന സമയത്ത് കൊച്ചു കുട്ടികൾ 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ ഈ സ്ത്രീകളൊക്കെ പോകുമ്പോൾ അവരെ കല്ലെടുത്തെറിയാലും വയസ്സായിട്ടുള്ള ആൾക്കാരെ കളിയാക്കും, കല്ലെടുത്തെറിയും, അങ്ങനെ അവഹേളിക്കുമായിരുന്നു യഹൂദന്മാരെ. അപ്പൊ യഹൂദന്മാരുടെ യൂറോപ്പിലെ കാര്യം എന്താന്ന് പറഞ്ഞാൽ
യൂറോപ്യൻ ഭരണാധികാരികളും അവിടുത്തെ സാമൂഹിക നേതാക്കന്മാരും ഇവരെ യേശുവിനെ കൊന്നവരാണ്. യേശുവിനെ കൊന്നവരെ പീഡിപ്പിക്കുന്നതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതൊരു ന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ക്രിസ്ത്യനൈസ്ഡ് യൂറോപ്പാണ്, ക്രിസ്ത്യനൈസേഷന് മുമ്പുള്ള യൂറോപ്പല്ല, ഞാൻ ആവർത്തിക്കാം, ക്രിസ്ത്യനൈസ്ഡ് യൂറോപ്പാണ് അവരെ ആക്രമിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു, സ്പെയിനും അതുപോലെ തന്നെ പോർച്ചുഗലും ക്രൂസൈഡുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഓട്ടോമന്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക് ഭരണങ്ങളുടെ കാലത്തും അവിടെ വലിയ തരത്തിലുള്ള പീഡനങ്ങൾ അറ്റ്ലീസ്റ്റ് യഹൂദന്മാർക്ക് ഉണ്ടായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാനത് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഒന്നാം ഭാഗം. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് വീണ്ടും അടിവരയിടുകയാണ്. അതുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ഓഷ്വിറ്റ്സിൽ വെച്ചിട്ട് കൊന്നതിന് പോളണ്ട് വലിയൊരു ജൂയിഷ് ആയിട്ടുള്ള സ്ഥലമായി. അവർക്ക് ആർക്കെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ അത് യൂറോപ്യൻസ് ആണ് കൊടുക്കേണ്ടത്, യൂറോപ്പിലാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ആരുടെയെങ്കിലും സ്ഥലത്തേക്ക് അവരെ കയറ്റി വിടുക അല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഈ പാലസ്റ്റീൻ പണ്ട് ഇത്ര വലിയ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു 18-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിലോ ഒന്നും ഇല്ലാത്തൊരു പ്രാധാന്യം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും എന്തുകൊണ്ടാണ് ഇത്ര ഭയങ്കര പ്രാധാന്യം പാലസ്റ്റീന് വന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇക്കണോമിക് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സൂയസ് കനാലിന്റെ നിർമ്മാണമാണ്. സൂയസ് കനാൽ ഉണ്ടാകുന്നത് വരെ ഈ പ്രദേശത്തേക്കൊന്നും ആർക്കും വലിയ നോട്ടമൊന്നുമില്ല. സൂയസ് കനാൽ ഉണ്ടാകുന്ന 1859 മുതൽ 1869 വരെയുള്ള കാലത്താണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ആ കാലത്ത് ഈജിപ്തിലെ സൂയസ് കനാലുമായി ബന്ധപ്പെട്ട പണികൾ നടത്തുമ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ റീജിയണൽ അതോറിറ്റിയിലാണ് നടന്നത്. അപ്പൊ ഓട്ടോമൻ എംപയറിന്റെ നല്ല കാലത്താണ് സൂയസ് കനാൽ പണിതത്, പക്ഷെ പണിതത് ഫ്രഞ്ചുകാരാണ്. അപ്പൊ സൂയസ് കനാൽ വന്നതോടുകൂടി ഈ പ്രദേശം അല്ലെങ്കിൽ ആ ഒരു വരവ്, ആ സ്ഥലം, അത് ജിയോ പൊളിറ്റിക്കലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. അപ്പൊ ഒന്നാമത്തെ കാര്യം അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം സൂയസ് കനാല് ചെറിയൊരു കനാലല്ല, 163 മറ്റോ കിലോമീറ്റർ നീളമുള്ള ഒരു സംഭവമാണ് സൂയസ് കനാല്. ചെറിയൊരു പണിയല്ല. ലോകത്ത് മനുഷ്യൻ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആധുനിക മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ വലിയ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് വാസ്തവത്തിൽ സൂയസ് കനാല്. കൃത്യമായിട്ട് അതിന് 193 കിലോമീറ്റർ നീളമുണ്ട്, ഏതാണ്ട് 200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയുള്ള നീളമുണ്ട് സൂയസ് കനാൽ. അപ്പൊ അതുകൊണ്ട് ആ സൂയസ് കനാലിന്റെ നിർമ്മാണം ഈ പ്രദേശത്തെ ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഓയിലിന്റെ കണ്ടെത്തലാണ്. ഓയിൽ കണ്ടെത്തിയത് വാസ്തവത്തിൽ അമേരിക്കയിലാണ്, പിന്നെ കണ്ടെത്തിയത് റഷ്യയിലാണ്. അപ്പൊ റഷ്യയും അമേരിക്കയുമാണ് ഓയില് കൈകാര്യം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. പക്ഷേ നമുക്കറിയാം, ഓയിൽ 19-ാം നൂറ്റാണ്ടിന്റെ പഴയകാലത്തൊന്നും തന്നെ ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് കമ്മോഡിറ്റി ആയിരുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ മൂലധനത്തിലോ അതുപോലെ വായിച്ച ഓയിലിന്റെ ഒരു പ്രാധാന്യം നമുക്ക് അതിലെടുത്ത് കാണാൻ കഴിയില്ല. കാരണം ഓയില് കണ്ടെത്തിയൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യമായപ്പോഴേക്കും ഇറാനിലും ഇറാഖിലും ഒക്കെ തന്നെ ഓയില് സ്ട്രൈക്ക് ചെയ്തു. ഓയിൽ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അത് മനസ്സിലാക്കിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇക്കണോമിക് ഹിസ്റ്ററിയിലേക്ക് പോകണം, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ വന്ന സമയത്ത് ഇംഗ്ലണ്ടിന് ഓയിൽ ഇല്ലായിരുന്നു. ഇംഗ്ലണ്ടിനുള്ളത് കൽക്കരിയും സ്റ്റീലുമാണ്. അപ്പൊ ഓയിലിന്റെ പുറത്ത് അധികാരം കിട്ടാതെ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റില്ല. അന്ന് ചെറുപ്പക്കാരനായിരുന്ന ചർച്ചിൽ, 24-25 വയസ്സേ ഉള്ളൂ, ഇന്നത്തെ IAS ഓഫീസർ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നല്ലോ ചെറുപ്പം മുതലേ. അതിന്റെ അടിസ്ഥാനത്തിൽ ഓയിലുള്ള പ്രദേശങ്ങൾ ബ്രിട്ടന്റെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ബ്രിട്ടീഷുകാർ. അപ്പൊ അവർ ഓയിലുള്ള പ്രദേശങ്ങളിൽ അവരുടെ ശ്രദ്ധ തുടങ്ങി. ഈ സമയത്താണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞ നമ്മുടെ തിയോഡർ ഹെർസൽ 1897 അദ്ദേഹം ഇതിന്റെയൊക്കെ ഇനിഷ്യേറ്റീവ്സ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ബെൽഫോർ ഡിക്ലറേഷൻ, അത് 1-ാം ലോകമഹായുദ്ധത്തിന് ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1917 നവംബർ 2-ന് അത് ആർക്കാണ് അയച്ചത്? കത്ത് ബെൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അതൊരു ലെറ്ററാണ്. ആ ലെറ്റർ ഒപ്പിട്ടിട്ടുള്ളത് ആർതർ ബെർഫോൾഡ്, പിന്നെ
വെൽഫെയർ ആണെങ്കിലും അത് അയച്ചത് ആർക്കാന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ ഹിസ്റ്ററി ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേരുകൾ പറയുന്നത്. ഇത് ഞാനൊന്ന് വായിക്കാം. ഡിയർ ലോർഡ് റോത്ത്ചൈൽഡ്. അപ്പൊ ആരാണ് റോത്ത്ചൈൽഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ROTHSCHILD, Rothschild. I have much pleasure in conveying to you on behalf of His Majesty's government the following declaration of sympathy with Jewish Zionist aspirations, which has been submitted to and approved by the cabinet. His Majesty's government view with favor the establishment of Palestine 1917 നവംബർ 2 of a national home, അപ്പോഴത്തെ വാക്കാണ് national, for the Jewish people, and will use their best endeavors to facilitate the achievement of this object. It being clearly understood that nothing shall be done which may prejudice the civil and religious rights of existing non-Jewish communities. ഈ വെൽഫെയർ ഡിക്ലറേഷനിൽ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികൾ അത് ശ്രദ്ധിക്കണം. ഈ പറയുന്ന ബെൽഫോർ എഴുതിയ റോത്ത്ചൈൽഡിന് എഴുതിയ കത്തിൽ തന്നെ പറയുന്നുണ്ട്, റൈറ്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റീസ് ഇൻ പാലസ്റ്റീൻ. ഇറ്റ് ഈസ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദാറ്റ് നത്തിങ് ഷാൽ ബി ഡൺ വിച്ച് മേ പ്രെജുഡിസ് എന്ന് അവർ പോലും പറയുന്നുണ്ട്. ഓർ ദ റൈറ്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് എൻജോയ്ഡ് ബൈ ജൂസ് ഇൻ എനി അതർ കൺട്രി. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. അങ്ങനെ അവസാനിക്കാൻ എന്ന് പറഞ്ഞാൽ അതും 1917 നവംബർ 17. ഞാൻ കുഞ്ഞുകണ്ണ വിഷയത്തിൽ എന്തുമാത്രം നോക്കിയിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനിടയിൽ 2 സംഭവങ്ങൾ 1916 നടക്കുന്നു. 1916 നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട സൈക്ക് പിക്കോട്ട് എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. സൈക്സ് പിക്കോട്ട് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭരണാധികാരികൾ തമ്മിൽ അല്ലെങ്കിൽ പ്രതിനിധികൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ്. അത് നമ്മുടെ ഹുസൈൻ രാജാവിനെ പറ്റിക്കാനായിട്ട് ടി ലോറൻസ് പോയതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും 2 സിനിമകൾ കാണണം. ഒന്ന് ലയൺ ഓഫ് ദ ഡെസേർട്ട് കാണണം, അത് ഗദ്ദാഫി എടുത്ത സിനിമയാണ്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കാണേണ്ട മറ്റൊരു സിനിമയാണ് ലോറൻസ് ഓഫ് അറേബ്യ. ആ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ലോറൻസിനെ പോലും ഒരു ചാരനായിരുന്നു. അയാളാണ് ഈ ഹുസൈൻ രാജാവ് എന്ന അറബ് രാജാവിനെ ഓട്ടോമാനെതിരായിട്ട് തിരിച്ചുവിടുന്നത്. അതും കൂടെ മനസ്സിലായിക്കോളും. ഓട്ടോമാനെതിരായിട്ട് തിരിച്ചുവിടുന്നുണ്ട്. ഓട്ടോമാനെതിരായിട്ട് യുദ്ധം ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജൂസ് ഒന്നും അല്ല, അവിടെ അറബുകൾ തന്നെയാണ്. ഹുസൈൻ രാജാവും അദ്ദേഹത്തിന്റെ മകൻ ഫൈസൽ, കിങ് ഫൈസൽ, അവരൊക്കെയാണ് യുദ്ധം ചെയ്തത്. അവരെ യുദ്ധത്തിന് വേണ്ടി ത്വരിപ്പിച്ചതെല്ലാം നമ്മുടെ ഈ ചാരനായിട്ടുള്ള ബ്രിട്ടീഷ് ചാരനായിട്ടുള്ള ലോറൻസ് ആയിരുന്നു. എന്തായാലും വേണ്ടില്ല, ഈ സൈക്സ് പിക്കോട്ട് എഗ്രിമെന്റ് മെയ് 16, 1916 ഒപ്പിട്ടത്. ആ ഒപ്പിടലിൽ റഷ്യയും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനിയുടെ കൂടെ അല്ലെങ്കിൽ ആക്സിസ് അവരുടെ ആ സഖ്യത്തിൽ റഷ്യ ഉണ്ടായിരുന്നു. ഇവിടെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇതിന്റെ ജനറൽ റീഡിംഗ് ഒന്ന് കിട്ടാത്തൊരു കാര്യം പറയാം. എന്നാൽ 1917 നവംബർ 23 ഞാൻ 3 ഡേറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടെ ഹിസ്റ്ററി ആയതുകൊണ്ട് 1916 മെയ് 16 സൈക്ക് പിക്കോട്ട് എഗ്രിമെന്റ്, 1917 നവംബർ 2 ബെൽഫോർ ഡിക്ലറേഷൻ, 1917 നവംബർ 23 ലെനിൻ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ഈ സൈക്ക് പിക്കോട്ട് എഗ്രിമെന്റ് എന്ന രഹസ്യ കരാർ, സീക്രട്ട് പാക്ട് ആണ്, അത് പുറത്തുവിടാണ്. അത് പുറത്തുവിട്ടോടുകൂടി യുദ്ധത്തിന്റെ ആകെ ചിത്രങ്ങളാകെ മാറി. ലെനിൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു അധിനിവേശ കരാറിന് റഷ്യ ഇല്ല. റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. അദ്ദേഹം പറയുന്നുണ്ട്, ലെനിന്റെ പ്രഖ്യാപനമാണ് ഡിഫീറ്റ് ദ ഫാദർലാൻഡ്. റഷ്യക്കെതിരായിട്ടാണ് വിപ്ലവം നടത്തിയത് ലെനിൻ, അല്ലാതെ മാതൃരാജ്യത്തിനും പിതൃരാജ്യത്തിനും വേണ്ടിയിട്ടുള്ള യുദ്ധമൊന്നുമല്ല. കുഞ്ഞിക്കണ്ണനെക്കാളും ആ വിഷയങ്ങൾ അറിയാം. സാമ്രാജ്യത്വത്തിന്റെ യുദ്ധത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് റഷ്യ, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആവുന്നേ ഉള്ളൂ, അന്നത്തെ റവല്യൂഷൻ കഴിഞ്ഞ റഷ്യ ഈ സൈക്ക് പിക്കോട്ട് എഗ്രിമെന്റ് പുറത്തുവിടുകയാണ്. അപ്പോഴാണ് ആളുകളെല്ലാം അത്ഭുതപ്പെട്ടത്. ഇത് നെറ്റ്വർക്ക് പ്രോബ്ലം തോന്നുന്നു.
സാറേ മൈക്ക് ഓൺ ചെയ്യണം. ക്ലിയർ അല്ലേ? ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം, ഞാൻ വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ക്ലിയർ അല്ലേ? കാൻ യു ലിസൺ മീ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പൊ ഈ സൈക്വിക്കോട്ട് അഗ്രിമെന്റ് പുറത്തായതോടുകൂടി ഇതിനകത്ത് വലിയ മാറ്റം വന്നു. ടി ലോറൻസ് പോലെ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ രഹസ്യ കരാറുണ്ടാക്കി. ഹുസൈൻ രാജാവിനെയും ഫൈസലിനെയും പറ്റിക്കുകയായിരുന്നു അവര്. ഹുസൈൻ രാജാവ് എന്ന് പറഞ്ഞാൽ ഷെരീഫ് ഓഫ് മക്കയാണ്, മക്കയുടെ ഷെരീഫാണ് അദ്ദേഹം. പക്ഷെ ഓട്ടോമാനെതിരായിരുന്നു. ഓട്ടോമാനെതിരായിട്ട് യുദ്ധത്തിൽ ഷെരീഫ് രാജാവ് മക്കാബ് ഷെരീഫ് പങ്കെടുക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ഗോത്രങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടാണ് യുദ്ധം ചെയ്തും പിന്നീട് സൗദ് ഗോത്രത്തെ സൗദി അറേബ്യ ഏൽപ്പിക്കുന്നത്. ഞാൻ സമയക്കുറവുണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സൂയസ് കനാലിന്റെ നിർമ്മാണം, രണ്ട്, ഓയിലിന്റെ കണ്ടുപിടുത്തം. ഈ രണ്ട് സംഭവത്തോടു കൂടി നമ്മൾ ഇന്ന് പറയുന്ന അറേബ്യൻ രാജ്യങ്ങളെ വെട്ടിമുറിച്ച് തിന്നുക എന്നത് സാമ്രാജ്യത്വത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യമായിട്ട് മാറി. ഓയിൽ കയ്യിൽ വെക്കാതെ, എണ്ണ ഖനികൾ കയ്യിൽ വെക്കാതെ, ഖനി എന്ന വാക്കാണ് കിണർ എന്നുള്ളേക്കാളും നല്ല വാക്ക്. ഈ എണ്ണ ഖനികൾ കയ്യിൽ വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അന്നത്തെ യുവാവായിരുന്ന ചർച്ചിലിന്റെ ഒരു നോട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്രാജ്യത്വം ഈ പ്രദേശം ഇന്നും കയ്യിൽ വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരാളും ഇതിനെ കണ്ടു, ലെനിനെ കണ്ടതുപോലെ തന്നെ. ഈ സൈക്വിക്കോട്ട് അഗ്രിമെന്റ് കൃത്യമായി പഠിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി. അതേപോലെ തന്നെ ഒട്ടോമാൻ സാമ്രാജ്യത്തെ തകർത്തപ്പോൾ ഇന്ന് നമുക്ക് പ്രസക്തമായിട്ടുള്ള ഖിലാഫത്ത്, ആ ഖിലാഫത്തിന്റെ ഉറവിടം ഓട്ടോമാൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ഇവരുടെ സെക്കൻഡ് ഫ്രണ്ടാണ്. അതിലാണ് ടി ലോറൻസിനെ വിട്ടത്. യൂറോപ്പിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സെക്കൻഡ് തിയേറ്റർ എന്നാണ് പറയുക. യുദ്ധത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും തിയേറ്റർ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ആ സെക്കൻഡ് തിയേറ്റർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഓട്ടോമാനെ കീഴ്പ്പെടുത്തുക, അവിടെ ജർമ്മനിയെ കീഴ്പ്പെടുത്തുന്ന പോലെ തന്നെ ഓട്ടോമാനെ കീഴ്പ്പെടുത്തുന്നത് എന്തിനാണ്? ഈ സൂയസ് മുതൽ ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കി എണ്ണ സമ്പാദിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു ഡേറ്റും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് അടുത്ത 1917 നവംബർ 23 കാര്യം ഞാൻ പറഞ്ഞു. 1917 ഡിസംബർ 20 ജനറൽ അലംബി യെരുശലേം കീഴടക്കുന്നത്. അപ്പൊ 1916 സൈക്വിക്കോട്ട് അഗ്രിമെന്റ്, അതുപോലെ തന്നെ 17 നവംബറിലെ ബെൽഫോർ ഡിക്ലറേഷൻ, ലെനിന്റെ ഈ പ്രഖ്യാപനം, അത് കഴിഞ്ഞ് 1917 ഡിസംബർ 20 എന്ന് പറഞ്ഞാൽ 1916 മെയ് മുതൽ 1917 ഡിസംബർ വരെയുള്ള 1.5 വർഷക്കാലത്തിനിടയ്ക്കാണ് ഈ എല്ലാ സംഭവങ്ങളും ഉണ്ടായത്. അവിടെ ആർതർ അലൻബി പറയുന്നുണ്ട്, ഡിസംബർ 20 കീഴടക്കുന്നത്. അദ്ദേഹം വലിയ സൂത്രക്കാരനായിരുന്നു. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി യെരുശലേമിലൂടെ നടക്കുകയാണ് ചെയ്തത്. കാരണം കുതിരപ്പുറത്ത് പോകാൻ പാടില്ല. ജീസസ് ക്രൈസ്റ്റ് തന്നെ കുതിരയല്ല, കഴുതയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് യെരുശലേമിൽ കൂടെ നടക്കണം. കാരണം യെരുശലേം കീഴടക്കുകയാണെങ്കിലും ആ ബഹുമാനം വേണ്ടേ നമ്മൾ കീഴടക്കുന്ന സാധനങ്ങളോടൊക്കെ. അങ്ങനെ സൂത്രത്തിൽ ഈ ആലൻബി എന്ന് പറയുന്ന ബ്രിട്ടീഷ് രാജാവ് യെരുശലേം കീഴടക്കി. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാനിത് മഹാരാജ്ഞിക്കുള്ള ക്രിസ്മസ് പ്രസന്റ് ആയിട്ട് തരുന്നു എന്ന് പറയാം. അപ്പോൾ 1916 17 2 വർഷക്കാലം കൊണ്ട് നടന്ന ആ കീഴടക്കലിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത് എന്ന് എൻ്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഒരു കൊല്ലം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 1936. എല്ലാവരും 1947 ചാടുകയാണ്. ഞാൻ 1947 പോകുന്നില്ല. 1937 നടന്ന അവിടുത്തെ അന്ന് നടന്നിട്ടുള്ള ആറബ് റവല്യൂഷൻ അല്ലെങ്കിൽ ആറബ് റിവോൾട്ട്, എത്ര പേരാണ് മരിച്ചത് നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് വായിക്കാൻ ഇപ്പോൾ വളരെ എളുപ്പമല്ലേ, ഗൂഗിൾ നോക്കിയാൽ മതി. 5000 ചില്ലാൻ ആളുകളാണ്, 5032 അറബുകൾ കൊല്ലപ്പെട്ടു എന്ന് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 10,000 പേര് കൊല്ലപ്പെട്ട് കാണുമല്ലോ. 10% അവിടുത്തെ അഡൾട്ട് പോപ്പുലേഷന്റെ 10% ആളുകൾ മരിച്ചു. അഡൾട്ട് പോപ്പുലേഷന്റെ 50,000 അഡൾട്ടേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. 10% അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചു പോയി, കൊന്നുകളഞ്ഞു. അതിൽ 108 ആളുകളെ തൂക്കിക്കൊന്നു. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും മലബാർ കലാപത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ വെട്ടിക്കൊന്നു എന്നാണ് പറയുക. പക്ഷെ തൂക്കിക്കൊല്ലാണ് ചെയ്തത്. നേതാക്കന്മാരെ എല്ലാം തൂക്കിക്കൊല്ലാണ് ചെയ്തത്.
ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്, കയ്യൂർ മാർട്ടിയേഴ്സിനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ മെയ്ദിന സമരത്തിൽ എല്ലാവരും മെയ്ദിനത്തിൽ ലാത്തിച്ചാർജും വെടിവെപ്പിനെ കുറിച്ചാണ് പറയുക, പക്ഷേ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് 19ാം നൂറ്റാണ്ടിൽ. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ആ തൂക്കിക്കൊല്ലൽ തന്നെയാണ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത്. അതേപോലെ തന്നെയാണ് ലയൺ ഓഫ് ദ ഡെസർട്ട് എടുത്ത ഗദ്ദാഫിയെ കൊന്നത്. അതുകൊണ്ട് തൂക്കിക്കൊന്ന്, വെട്ടിക്കൊന്ന്, വെടിവെച്ച് കൊന്ന് അറേബ്യ പിടിക്കുക എന്ന ബ്രിട്ടീഷ് അമേരിക്കൻ സാമ്രാജ്യത്വ നീക്കങ്ങളുടെ അവസാനത്തെയാണ് ഈ കഴിഞ്ഞ റംസാൻ മാസത്തിൽ പലസ്തീനിൽ നമ്മൾ കണ്ടത് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നാം പലസ്തീൻ ജനതയുടെ കൂടെയാണ്. ഞാൻ മുസ്ലിമിന്റെ കൂടെയല്ല. അവിടുത്തെ മുസ്ലിം മാത്രമല്ലല്ലോ, അവിടെ മുസ്ലിം അല്ലാത്ത ആളുകളുണ്ട്. മുസ്ലിം മതതത്വങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസം അവരതിന് പോരാട്ടത്തിന്റെ വീര്യത്തിന് വേണ്ടി അവർ മതചിന്തകളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേശീയതയും മതവും ഒക്കെ കൂട്ടിക്കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഞാൻ പലസ്തീൻ ജനത അയാണ് കാണുന്നത്. പലസ്തീൻ ജനത 1936 17 അവർ അന്തം വിട്ടു പോയി, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 36 നടത്തിയ ഐതിഹാസികമായ വിപ്ലവം, ആ വിപ്ലവത്തിന്റെ കാലത്ത് റഷ്യൻ വിപ്ലവം മാത്രമേ നടന്നിട്ടുള്ളൂ. വേറെ വിപ്ലവങ്ങളൊന്നും അങ്ങനെ വലിയ വിപ്ലവങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കേരളത്തിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വിപ്ലവം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി. അതുകൊണ്ടാണ് ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും എന്തുകൊണ്ടാണ് പലസ്തീൻ ഇത്രയും പ്രിയങ്കരമായെന്ന് ചോദിച്ചാൽ, ഇവിടെ ജാലിയൻ വാലാബാഗിൽ 1921 നമ്മളെ കൂട്ടക്കൊല ചെയ്തുവെങ്കിൽ എത്രയോ ജാലിയൻ വാലാബാഗുകൾ ഒരുമിച്ച് ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചത് ഈ യെരുശലേമിലും പലസ്തീനിലുമാണ് എന്ന് അന്ന് മഹാത്മാഗാന്ധിക്കും നെഹ്റുവിനും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് ആണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വാതന്ത്ര്യത്തിന് മുമ്പ് അതിന് ശേഷവും അല്ല എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ പ്രസന്റ് പോളിറ്റിക്സ് എന്താണ്? പ്രസന്റ് പോളിറ്റിക്സ് ഇസ്രായേലിന്റെ മൊസാദിനാൽ നയിക്കപ്പെടുന്ന ഒരു ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഫാസിസം പൂർണ്ണമായോ അർദ്ധമാണോ അല്ലെങ്കിൽ അർദ്ധാർത്ഥമാണോ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഫാസിസ്റ്റ് ടെൻഡൻസി ഉണ്ടോ ഇല്ലയോ എന്നൊരാളെ നുള്ളി നോക്കണമെങ്കിൽ പാലസ്തീൻ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഫാസിസ്റ്റും ഇംപീരിയലിസ്റ്റും ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പാലസ്തീനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ മതി. പാലസ്തീനിന്റെ വിഷയത്തിൽ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് പൂർത്തിയാവാണ്. ഇപ്പൊ നമ്മുടെ കോവിഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് ഇതിൽ ഇസ്ലാമീകരിക്കുക, പ്രശ്നങ്ങളെ ഇസ്ലാമീകരിക്കുക, രണ്ട് ഭാഗത്തുണ്ട്. പ്രശ്നങ്ങളെ ഇസ്ലാമീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനും കഴിയില്ല, എന്നാൽ ഇസ്ലാമീകരിച്ചുകൊണ്ട് നേട്ടമെടുക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുകയാണ്. മുസ്ലിമിനെതിരായിട്ടാണ് തിരിയുന്നത്, ആന്റി മുസ്ലിം. മുസ്ലിമിന് എന്ത് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ നാടാണത്, അവരുടെ ഇന്ത്യയിൽ ഹിന്ദുവിന് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലെയാണത്. ഇന്ത്യയിൽ ഹിന്ദുവിന് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന പോലെയാണ് പലസ്തീനിൽ അറബികൾക്ക് എന്ത് കാര്യം, മുസ്ലിമിന് എന്ത് കാര്യം. പലസ്തീൻ മുസ്ലിമിന് മുമ്പും ഉണ്ടായിരുന്നു. അത് ഇവിടെ ഫസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. മുസ്ലിം ഉണ്ടായിട്ടല്ല അറബുകൾ ഉണ്ടായത്, അബ്രഹാം ഉണ്ടായത്, ഇസാക്ക്, കഥകൾ, ഐതിഹ്യങ്ങൾ, ചരിത്രമല്ല. അതുകൊണ്ട് ഇസ്ലാം ഇടയ്ക്ക് കയറി വന്നൊരു മതമാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇവിടെ നീണ്ടുപോയെന്ന് എനിക്കറിയാം, ക്ഷമിക്കണം. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ഇത്തരത്തിലുള്ള മിത്തുകളെ തകർത്തുകൊണ്ട്, ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികളെ തകർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി പുതിയ തലമുറ വിദ്യാർത്ഥികൾ, എന്തായാലും MES ഈ കോളേജിൽ അത് നടത്തിയത് വളരെ നന്നായി. MES കോളേജുകളിലെല്ലാം തന്നെ ഇത് നടത്തണം. അതുകൊണ്ട് ഇത് മുസ്ലിമിനെ പഠിപ്പിച്ചാൽ പോരാ, ഇത് അതാത് രാജ്യത്തെ ഭൂരിപക്ഷത്തെ പഠിപ്പിക്കണം. ഭൂരിപക്ഷ മതവിഭാഗങ്ങളിൽ എത്ര മതേതര വിശ്വാസികളുണ്ടോ അവിടെയാണ് മതേതരത്വത്തിന്റെ വിജയം. അല്ലാതെ ന്യൂനപക്ഷം മാത്രം പോരാ. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും അടങ്ങുന്ന നമ്മുടെ പോളിറ്റി, നമ്മുടെ സൊസൈറ്റി, ആ സൊസൈറ്റിയിലെ ഭൂരിപക്ഷ മതവിഭാഗങ്ങൾക്കിടയിലും ഈ മതേതര ചിന്തകൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധവും മതേതരവുമായ സാമ്രാജ്യത്വ വിരുദ്ധ ചിന്തകൾക്ക് മതേതരമാവാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിൽ പോകണം. എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഞാൻ കൂടുതൽ സമയമെടുത്തതിന് ക്ഷമിക്കണം. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ മുഴുവൻ സമയം ഇരിക്കുന്നില്ലെങ്കിൽ അതൊരു ബഹുമാനക്കുറവായിട്ട് ആരും കണക്കാക്കരുത്. ഞാൻ കുഞ്ഞിക്കണ്ട പ്രസംഗം കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. നന്ദി, നമസ്കാരം.
താങ്ക് യു CP ജോൺ സർ. വെരി മച്ച്. അടുത്തതായി നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ബഹുമാനായ കുഞ്ഞിക്കണ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. സാറെ മൈക്ക് ഓൺ ചെയ്യണം. കുഞ്ഞിക്കണ്ണൻ സാർ മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. സാറ് വീണ്ടും മൈക്ക് ഓഫ് ചെയ്തു. കുഞ്ഞിക്കണ്ണൻ സാറിന്റെ മൈക്ക് വീണ്ടും ഓഫ് ആയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാർ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. അത് തനിയെ എന്തോ പ്രശ്നമാണത്. പൊന്നാനി MES കോളേജിന്റെ ചരിത്ര വിഭാഗവും പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ചേർന്ന് സംഘടിപ്പിക്കുന്ന പലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ച ഈ സെമിനാർ തീർച്ചയായിട്ടും അക്കാദമിക് താല്പര്യങ്ങൾക്കപ്പുറത്ത് ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ വളരെ പ്രസക്തവും ഇവിടെ CP ജോൺ അവസാനിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറ ചരിത്രത്തെ സംബന്ധിച്ച ധാരണയില്ലായ്മയുണ്ട്, അസ്പഷ്ട ധാരണകളുണ്ട്. അപ്പോൾ ചരിത്രത്തെ സംബന്ധിച്ച ഈ ധാരണയില്ലായ്മ, അസ്പഷ്ട ധാരണ തുടങ്ങിയ അജ്ഞതയ്ക്ക് മുകളിലാണ് വലതുപക്ഷ തീവ്രവാദ ശക്തികൾ വളരെ തെറ്റായ പ്രചരണങ്ങളിലൂടെ പാലസ്തീനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പാലസ്തീൻ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളം പോലെ വളരെ മതനിരപേക്ഷമായ ഒരു സമൂഹത്തിൽ പോലും അത്യന്തം അപകടകരമായ രീതിയിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേലിൽ വെച്ചിട്ട് ഒരു പാവപ്പെട്ട ആരോഗ്യ പ്രവർത്തക, മലയാളിയായ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. ഹമാസിന്റെ ആക്രമണത്തിലാണ് അവർ വധിക്കപ്പെട്ടത്. ആ സംഭവത്തെ നിമിത്തമാക്കിക്കൊണ്ട് വളരെ വൈകാരികമായി ചരിത്രത്തെയും അധിനിവേശത്തിൻ്റെ ക്രൂര തീർത്ഥാടനങ്ങളെയും എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് പലസ്തീൻ അറബ് മുസ്ലിം ക്രൗര്യത്തിൻ്റെ പ്രതീകമാണ്, ഹമാസ് ഭീകരവാദത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വളരെ വിപുലമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് CP ജോണിനെ പോലുള്ളൊക്കെയുള്ള സുഹൃത്തുക്കൾ അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ വിഷയത്തെ, അതിൻ്റെ ചരിത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ലൈവ് പരിപാടികൾ നടത്തിയത്. ഞാനും ഡോക്ടർ ഫസൽ ഗഫൂറും തന്നെ ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നിരവധി പ്രഭാഷണങ്ങൾ ഈ ദിവസങ്ങൾ നടത്തിയിട്ടുണ്ട്. ചരിത്രത്തെ സംബന്ധിച്ച് അജ്ഞത സൃഷ്ടിച്ചുകൊണ്ട് പലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ച് ചിരസമ്മതമായി നിലനിൽക്കുന്ന സത്യങ്ങളെ, നമ്മുടെ വ്യവഹാരങ്ങളെ, ആഖ്യാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അതിനു പകരം കപടമായ ആഖ്യാനങ്ങൾ അവതരിപ്പിക്കാനാണ്, പുതിയ ആഖ്യാനങ്ങൾ അവതരിപ്പിക്കാനാണ് വലതുപക്ഷ തീവ്രവാദ ശക്തികൾ ശ്രമം നടത്തിയത്. വലതുപക്ഷം എന്ന് പറയുന്നത് CP ജോൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ആഗോളതലത്തിൽ തന്നെ ആംഗ്ലോ സാക്സൺ വംശീയവാദം, പല രൂപങ്ങളിലുള്ള നവനാസി പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ഹിന്ദുത്വം, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരച്ചുതണ്ടാണ്. ലോകമെമ്പാടും ഈ തീവ്ര വലതുപക്ഷ ശക്തികൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങേയറ്റം വിദ്വേഷപൂർണവും അങ്ങേയറ്റ സ്വേച്ഛാധിപത്യപരവുമായിട്ടുള്ള ആശയങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം കൊടുക്കുകയാണ്, ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും എന്താണ് പലസ്തീൻ പ്രശ്നം എന്നത് വളരെ വിപുലമായ തലങ്ങളിൽ അതിൻ്റെ എല്ലാ വശങ്ങളെയും നമ്മൾ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട, സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട അടിയന്തരമായ ഒരു ഉത്തരവാദിത്വം അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾക്കും എല്ലാം ഒരുപോലെ ഉണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകണം. വിദ്വേഷ സംസ്കാരം പ്രചരിപ്പിച്ച് സംസ്കാര സംഘർഷങ്ങളുടെ, നാഗരികതകളുടേതായ ഒരു ഏറ്റുമുട്ടലിൻ്റെ കലാപഭൂമിയാക്കി ഈ ലോകത്തെ, ഈ ഭൂമണ്ഡലങ്ങളെ ആകെ മാറ്റാനുള്ള ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ചിന്താകേന്ദ്രങ്ങൾക്ക്, മൂലധന ശക്തികൾക്ക് ഉള്ളത്. പലസ്തീൻ പ്രശ്നം സാമ്രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ കോളനിവൽക്കരണ പ്രക്രിയയായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഏതൊരു വിഷയത്തെയും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കേന്ദ്ര തന്തു എന്താണ്, അതിൻ്റെ മർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ചർച്ച ചെയ്താൽ പലസ്തീൻ പ്രശ്നം ഹമാസാണോ, ഹമാസിൻ്റെ ഭീകരപ്രവർത്തനമാണോ,
വെസ്റ്റ് ബാങ്കിലെ ഫത്താ പാർട്ടിയുടെ എന്തെങ്കിലും നയപരമായ വീഴ്ചയാണോ, അല്ലെങ്കിൽ ഓസ്ലോ കരാർ അംഗീകരിക്കാത്ത ഹമാസിന്റെ ഗാസ ഭരണകൂടത്തിന്റെ തകരാറാണോ? ഇങ്ങനെ നമുക്ക് ഏത് വിഷയവും പാലസ്തീൻ പ്രശ്നത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കാം. പക്ഷേ പാലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്, കേന്ദ്ര വിഷയമായി നിൽക്കുന്നത് സാമ്രാജ്യത്വത്തിന്റെ കോളനിവൽക്കരണ പ്രക്രിയയാണ്. ആ കോളനിവൽക്കരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതാണ് CP ജോൺ ആ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് ആ ചരിത്ര സംഭവങ്ങളെ കൃത്യമായി വർഷവും ദിവസവും തീയതിയുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 1498 മുതലാണ് പാശ്ചാത്യ മുതലാളിത്ത ശക്തികൾ തങ്ങളുടെ അധിനിവേശ പ്രക്രിയ ലോകത്ത് ആരംഭിച്ചത്. ഇവിടെ വാസ്കോഡി ഗാമ വരുന്നത് ഉൾപ്പെടെയുള്ള കോളനിവൽക്കരണത്തിന്റെ തീർത്ഥാടനങ്ങൾ. ചോംസ്കി അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു പിൽഗ്രിമേജാണ് സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ക്രൂര തീർത്ഥാടനങ്ങളാണ്. ലോകത്തെ ആകെ കീഴടക്കുക എന്ന വെള്ളക്കാരന്റെ ദൗത്യമാണ് നിർവഹിച്ചത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വിഭവങ്ങൾ, ആ വിഭവങ്ങൾ കടത്തിക്കൊണ്ടുപോകാനുള്ള വാണിജ്യപാതകൾ, ഇതെല്ലാം കൈവശപ്പെടുത്തുക, സമുദ്രങ്ങളെ, തീരപ്രദേശങ്ങളെ, കൃഷിയിടങ്ങളെ എല്ലാം കൈയടക്കുക, ഭൂമിക്കടിയിലെ ഫോസിൽ ഇന്ധന ഉറവുകളെ കൈയടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുതലാളിത്തം, സാമ്രാജ്യത്വം, കൊളോണിയൽ ശക്തികൾ അതിൻ്റെ അധിനിവേശ പ്രക്രിയ ആരംഭിച്ചത്. ആ അധിനിവേശ പ്രക്രിയ 1498 ആരംഭിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോളനിവൽക്കരണത്തെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. തദ്ദേശീയ ജനസമൂഹങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആധിപത്യം സ്ഥാപിച്ച ആ ക്രൂരമായ അധിനിവേശത്തിന്റെ ചരിത്രം പറയുന്ന എന്താണ്? ഒരു കൈയിൽ തൂക്കും മറു കൈയിൽ ബൈബിളുമായി വന്ന് എന്നാണ്. ഒരു ഭാഗത്ത് പ്രത്യയശാസ്ത്രപരമായി, ആശയപരമായി ഓരോ ജനസമൂഹത്തെയും കീഴടക്കാനുള്ള ശ്രമങ്ങൾ. വെള്ളക്കാരന്റെ ആധിപത്യം ദൈവകൽപിതമാണ്. ചോംസ്കി ഈ ലോകത്തിലെ അധിനിവേശ പ്രക്രിയകളെ അദ്ദേഹത്തിന്റെ ഇയർ 501 കോൺഗ്രസ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന വളരെ വിഖ്യാതമായി ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം, ആ പുസ്തകത്തിൽ അദ്ദേഹം അധിനിവേശ ശക്തികളുടെ പ്രത്യയശാസ്ത്രം എന്തായിരുന്നു എന്ന് പരിശോധിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു. ആഴത്തിലുള്ള ഖനനം ആ ആശയരംഗത്ത്, പ്രത്യയശാസ്ത്ര രംഗത്ത് എങ്ങനെയാണ് അധിനിവേശം ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയായി രൂപപ്പെട്ടു വന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ആംഗ്ലോ സാക്സൺ വർണ്ണ മേധാവിത്വം, നാസി പ്രസ്ഥാനം, ഇങ്ങോട്ടേക്ക് പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ജൂതായിസം, ഇതെല്ലാം തന്നെ അദ്ദേഹം പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം പരിശോധനകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണ്? ആംഗ്ലോ സാക്സൺ വർണ്ണമേധാവിത്വത്തിൽ അധിഷ്ഠിതമായ അമേരിക്കൻ മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്യൻ മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പ്രത്യയശാസ്ത്രമായി കോളനികൾ സൃഷ്ടിക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ചത് പ്രധാനമായിട്ടും എന്താണ്? ബൈബിളല്ല, ബൈബിളിലെ പഴയ നിയമത്തെയാണ്. പഴയ നിയമത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭൂമി, തങ്ങൾക്ക് കീഴിലേക്ക് വരേണ്ട ജീവി, ദൈവം തങ്ങൾക്ക് വരദാനം തന്നിട്ടുണ്ട് എന്ന ഒരു വിശുദ്ധ സങ്കല്പത്തിലൂടെയാണ് ലോകത്തെയാകെ തങ്ങളുടെ കോളനി ആക്കാനുള്ള പ്രക്രിയ സാമ്രാജ്യത്വ ശക്തികൾ ആരംഭിച്ചത്. ആ കോളനിവൽക്കരണ പ്രക്രിയക്കെതിരായിട്ട് ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങൾ, ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ജനസമൂഹങ്ങൾ വലിയ ദേശീയ വിഭോജന സമരങ്ങൾ, സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ ഉയർത്തി കൊണ്ടുവന്നു. ഈ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളെ തകർക്കാനുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ, മുതലാളിത്ത ശക്തികളുടെ ഒരു തന്ത്രത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ജൂതായിസം തൊട്ട് ഇന്ത്യയിൽ ഹിന്ദുത്വം, ഈജിപ്തിലൊക്കെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസം എന്ന് വിവക്ഷിക്കുന്ന മതരാഷ്ട്രവാദ സിദ്ധാന്തം, ആധുനിക ദേശീയതയോ മതനിരപേക്ഷതയോ അംഗീകരിക്കാത്ത ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട സിദ്ധാന്തങ്ങൾ, ഇതെല്ലാം ലോകത്ത് രൂപപ്പെട്ടു വരുന്നത്. ഈ ഒരു പ്രത്യയശാസ്ത്ര നിർമ്മിതിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രശ്ന പരിസരത്ത് നിന്നുകൂടി പലസ്തീൻ വിഷയത്തെ നമുക്ക് ഇന്ന് സമീപിക്കേണ്ടതുണ്ട്. കാരണം കേരളം പോലെ ഒരു സമൂഹത്തിൽ പലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ച നമ്മുടെ പരമ്പരാഗതമായ ധാരണകളെ, വ്യവഹാരങ്ങളെ, സങ്കല്പങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ആഖ്യാനങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ ആഖ്യാനങ്ങൾ എന്താണ്? ഇവിടെ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ എന്താണ്? മിത്തുകളെയാണ്. മിത്തുകളെയും വിശ്വാസങ്ങളെയും
ചരിത്രമായി അവതരിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറിപ്പുകളും ലേഖനങ്ങളും ഒക്കെ വായിക്കുന്ന ആളുകൾക്കറിയാം, അത് പ്രധാനമായിട്ടും എന്താണ്? യഹോവ തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ് അത്. ലോകത്ത് ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ മനുഷ്യവംശത്തിന്റെ ആരംഭകാലം മുതൽ തന്നെ യുദ്ധമായിരുന്നു, സംഘർഷമായിരുന്നു എന്നാണ്. പക്ഷെ ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, ഇവിടെ സി പി ജോൺ വളരെ വസ്തുനിഷ്ഠമായി തന്നെ വിശകലനം ചെയ്തിട്ടുള്ളതുപോലെ എന്താണ്, ജൂതരും മുസ്ലിങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല, സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോകത്തെല്ലായിടത്തും ജൂതർ വേട്ടയാടപ്പെട്ടത് എന്തിന്റെ പേരിലാണ്? ഹിറ്റ്ലർക്ക് പോലും പോസിറ്റീവ് ക്രിസ്ത്യാനിറ്റി ഒരു വിദ്വേഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ജൂതർ യേശുവിൻ്റെ ഘാതകരാണ് എന്ന വിശ്വാസത്തെ, എന്ന സങ്കല്പത്തെ, എന്ന ആക്ഷേപത്തെ പ്രത്യയശാസ്ത്രവൽക്കരിച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ളൊരു സൈദ്ധാന്തികരണമാണ് വലതുപക്ഷ ശക്തികൾ തങ്ങളുടെ സാമ്രാജ്യത്വ ആധിപത്യ മോഹങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയെടുത്തത്. അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജൂതായിസം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ സയനിസം ഏറ്റവും ഹിംസാത്മകമായ അക്രമാസക്തമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പദ്ധതിയായിട്ട് വളർന്നു വരികയും ഇസ്രയേൽ രൂപീകരണത്തിലൂടെ ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി തീർന്നതും 1838 ജെറുസലേമില് ബ്രിട്ടന്റെ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1838 ബ്രിട്ടന്റെ കോൺസുലേറ്റ് അവിടെ ആരംഭിക്കാൻ കാരണം എന്താണ്? പ്രധാനമായിട്ടും ഇവിടെ സി പി ജോണൊക്കെ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കയുടെ ഏഷ്യയുടെ ഒക്കെ ഒരു സംയോജന മേഖലയാണ് പലസ്തീൻ, ജെറുസലേം ഉൾക്കൊള്ളുന്ന പലസ്തീൻ മേഖല എന്ന് പറയുന്നത്. അതിൻ്റെ വാണിജ്യപരമായ, അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രപരമായ തന്ത്രപ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്രിട്ടൻ അവിടെ പൂർണ്ണമായി തങ്ങളുടെ അധീശത്വം, സമ്പൂർണമായ അധീശത്വം ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നയങ്ങളുമായി, സമീപനങ്ങളുമായി കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് കോൺസുലേറ്റിന്റെ ജെറുസലേമിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പിന്നീട് പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചരിത്രകാരന്മാരും തന്നെ വിശദാംശങ്ങളോടുകൂടി എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രത്യേക കൽപ്പന എന്തായിരുന്നു? കോൺസുലേറ്റിന്റെ മുമ്പിലുണ്ടായിരുന്ന ഒന്നാമത്തെ ഉത്തരവാദിത്വം തദ്ദേശീയരായ ഇൻഡീജിനസായ അറബികളെ അവിടെ നിന്ന് ഒഴിവാക്കി ജൂതരെ പരമാവധി കൊണ്ടുവന്ന് താമസിപ്പിക്കുക, സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുക. അങ്ങനെ സെറ്റിലേഴ്സ് കൊളോണൈസേഷൻ, കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് കയ്യേറ്റക്കാരെ കൊണ്ട് അവരെ കൊണ്ട് അവിടെ ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ പലസ്തീനികളെ, അവർ അറബികളാണ്, മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, ആ യഥാർത്ഥ അവകാശികളായ തദ്ദേശീയരെ അവിടെ നിന്ന് തുരത്തുക, ഓടിപ്പോകാൻ തയ്യാറാകാത്തവരെ കൊന്നുകൂട്ടുക. 1938 ഗാന്ധി ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ഗാന്ധിജിയുടെ ഡോക്ടർ ഫസലും അതേപോലെ തന്നെ സി പി ജോണൊക്കെ ഉദ്ധരിച്ച ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വിഖ്യാതമായ പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം ഉദ്ധരിക്കുന്ന ഉദ്ധരണിയുണ്ടല്ലോ. ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്ന പോലെ, ഇംഗ്ലണ്ടുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ, അമേരിക്കക്കാർക്ക് അമേരിക്ക എന്ന പോലെ പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് പലസ്തീൻ എന്നത്. ഏത് സന്ദർഭത്തിലാണ് ഗാന്ധി അത് പറയുന്നത്? വലിയ കലാപങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ പലസ്തീന്റെ മണ്ണിൽ ഉയർന്നു വന്നു. ബ്രിട്ടീഷ് സൈന്യവുമായി പലസ്തീൻ ജനത നേരിട്ട് ഏറ്റുമുട്ടി. തങ്ങളുടെ പരമ്പരാഗതമായി കൈവശം വെക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് സെറ്റിലേഴ്സ്, കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന്, കയ്യേറ്റക്കാരെ കൊണ്ടുവന്ന് താമസിക്കുന്ന ബ്രിട്ടീഷ് നയത്തിനെതിരായിട്ടാണ് അവിടെ പോരാട്ടം ശക്തിപ്പെട്ടത്. ആ പോരാട്ടത്തെ ഭീകരമായി അടിച്ചമർത്തി. ആ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഇന്ന് സയനിസത്തിന്റെ ദംഷ്ട്രകളായി ലോകം കാണുന്ന ഹഗാന പോലുള്ള, ഇർഗുൺ പോലുള്ള ക്രിമിനൽ സേനകളെ, കുറ്റവാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സേനകളെ രൂപീകരിച്ചത് ബ്രിട്ടീഷ് സൈന്യമാണ്. ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വളരെ കൃത്യമായ രീതിയിൽ, വളരെ ആസൂത്രിതമായ രീതിയിൽ ഈ ഹഗാന പോലുള്ള സേനകൾ ഉണ്ടാക്കിയത്. ഡേവിഡ് ബഗൂറിയാനും അതേപോലെ തന്നെ തിയോഡർ ഹെർസനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സയനിസ്റ്റ് ക്രിമിനൽ സംഘങ്ങളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് ഇസ്രയേലിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അനുബന്ധമായി ഔപചാരിക സേന എന്ന നിലക്ക് തന്നെ ഹഗാന പോലുള്ള സേനകൾ ഉണ്ടാക്കി. ആ സേനകളും ബ്രിട്ടീഷ് സൈന്യവും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് 1936 പലസ്തീൻ ഗ്രാമങ്ങളെ തകർത്തത്. ആയിരക്കണക്കായ നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തത്. ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്
ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ക്രൂരതകൾക്കെതിരായിട്ട് ലോക മനസാക്ഷി തിളച്ചു മറയുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ മഹാത്മാവ് ഗാന്ധി BBC-യോട്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ പ്രതിനിധിയോട് സംസാരിക്കുന്നതിനിടയിൽ സൂചിപ്പിച്ചത്, ഇത് ഫ്രഞ്ചുകാർക്ക് എങ്ങനെയാണോ ഫ്രാൻസ്, എങ്ങനെയാണോ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട്, അതുപോലെ പാലസ്തീൻ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പലസ്തീന്റെ മണ്ണ്. 1939 AICC, ഇന്ന് പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ്. 1939 AICC ആഹ്വാനമനുസരിച്ച് ഇന്ത്യയിൽ പലസ്തീൻ ഐക്യദാർഢ്യം നടക്കുന്നുണ്ട്. പലരുടെയും ധാരണ എന്താണ്? എൻ്റെ പ്രൊഫൈൽ, എൻ്റെ ഫേസ്ബുക്കിന്റെ താഴെയൊക്കെ വന്ന് കമന്റ് ഇടുന്ന RSS സുഹൃത്തുക്കളെ മനസ്സിലാക്കാം. പക്ഷെ കോൺഗ്രസ്സുകാരായ സുഹൃത്തുക്കൾ പോലും ഇടുന്നത് എന്താണ്? ഇത് കമ്മികളുടെ ഒരു പരിപാടിയാണ്, സ്ഥിരം പരിപാടിയാണ് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യ നേതാവായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1938 ഇസ്രയേൽ രാഷ്ട്രം രൂപം കൊള്ളുന്നതിന് മുമ്പ് പാലസ്തീനിലെ ക്രൂരമായ അധിനിവേശ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ പൊരുതുന്ന പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 1939 സെപ്റ്റംബർ 26 എൻ്റെ ധാരണ, സെപ്റ്റംബർ 26 ഐക്യദാർഢ്യ ദിനമായി ദേശീയ പ്രസ്ഥാനം ആചരിച്ചു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തി, യോഗങ്ങൾ നടത്തി. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ലോകാഭിപ്രായങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് കോളനി വിരുദ്ധ സമരങ്ങൾ ശക്തിപ്പെടുകയും ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾ സാമ്രാജ്യത്വ അധീശത്വത്തിന് വലിയ വെല്ലുവിളികളായി തീരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആഫ്രോ ഏഷ്യൻ മേഖലയിൽ തങ്ങളുടെ അധിനിവേശം ഉറപ്പുവരുത്തുക, പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്ത് കൈയടക്കി വെക്കുക, പശ്ചിമേഷ്യയിലെ വാണിജ്യ പാതകൾ കൈവിട്ടു പോകാതിരിക്കുക എന്ന ഒരു നിലപാടിൽ നിന്ന് ഇസ്രയേൽ രാഷ്ട്രരൂപീകരണത്തിന് വേഗത കൂടിയത്. മിസ്റ്റർ തിയോഡർ ഹസൻ മഹാ ഇസ്രായേലിന്റെ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ലോകത്ത് ഒരു രാജ്യത്തുള്ള ജൂതരും അതിനെ അനുകൂലിച്ചിരുന്നില്ല. വളരെ ന്യൂനപക്ഷം വരുന്ന തീവ്രവാദികൾ മാത്രമാണ്. എല്ലാ വിഭാഗങ്ങളും തീവ്രവാദികൾ ഉണ്ടാവുമല്ലോ. വളരെ ന്യൂനപക്ഷം വരുന്ന ആളുകൾ മാത്രമാണ് സയനിസ്റ്റ് ആശയങ്ങളെ, ജൂതർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണമെന്ന വാദത്തെ അംഗീകരിച്ചത്. യൂറോപ്പിലുണ്ടായിരുന്ന ഒട്ടുമുക്ക ജൂതരും പറഞ്ഞ എന്താണ്? പ്രമുഖരായ ജൂതർ, പ്രമുഖ ബുദ്ധിജീവികളായിട്ടുള്ള ജൂതർ, അവരെല്ലാം പറഞ്ഞ എന്താണ്? ജൂതർ ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിനകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി സ്വന്തമായി രാജ്യം ഉണ്ടാക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല, അതൊരിക്കലും യുക്തിസഹമല്ല. അതുകൊണ്ട് ജൂതർ ചെയ്യേണ്ടത് എന്താണ്? തങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ മറ്റുള്ളവരെ പോലെ തന്നെ തങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ടാവുന്ന തുല്യരായ പൗരന്മാരായി തങ്ങളെ അംഗീകരിക്കാൻ, തങ്ങൾ അനുഭവിക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ സമരങ്ങൾ നടത്തുകയാണ്, അതിനുവേണ്ടി സംഘടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ തിയോഡർ ഹസൻ്റെത് വളരെ അപകടം പിടിച്ച ഒരു കാഴ്ചപ്പാടാണ്. ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കണമെന്നുള്ളത് അപകടം പിടിച്ചൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെയും പാശ്ചാത്യ മുതലാളിത്തത്തിൻ്റെയും സമ്പൂർണമായ പിന്തുണയോടുകൂടി ഈ ജൂയിഷ് നാഷണൽ ഫണ്ട് എന്ന് പറയുന്ന അതൊരു സംഘടനയും ഒരു ധനസമാഹരണ സംവിധാനവുമാണ്. ആ ജൂയിഷ് നാഷണൽ ഫണ്ടിന്റെ നേതൃത്വത്തിലാണ് വലിയ രീതിയിൽ പണം, പൗണ്ടും ഡോളറും മാർക്കും ഒക്കെ ഒഴുകി വന്ന ഒന്നാണത്. ആ വലിയ പണം ഉപയോഗിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അരക്ഷിതരായ ജൂതരെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഈ പാലസ്തീന്റെ മണ്ണിൽ അവിടുത്തെ തദ്ദേശീയവാസികളായ പലസ്തീനി ജനതയെ ആട്ടിയോടിച്ച് കൂട്ടക്കൊല ചെയ്ത് ഈ രീതിയിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവരാരംഭിച്ചത്. 1947 ഐക്യരാഷ്ട്രസഭ ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ തീരുമാനമെടുത്തപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത, ലോകത്തിന്റെ മുമ്പിൽ കൃത്യതയോടുകൂടി നയം വ്യക്തമാക്കിയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജൂതായുസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രമുണ്ടാക്കുന്നത്, അതിന് സമ്മതി കൊടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു. ദീർഘകാലം ഇന്ത്യ ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധം പോലും സ്ഥാപിച്ചില്ല എന്നുള്ളത് നമ്മൾ അറിയണം. 1992 ശേഷമാണ് ഇന്ത്യയിലേക്ക് ഈ ഇസ്രായേൽ ഭരണാധികാരികൾ വരുന്ന അവസ്ഥയുണ്ടാക്കിയത്. അതും ഏരിയൽ ഷാരോണിനെ പോലുള്ള ഒരു ഭരണാധികാരി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. 1980കളിൽ ആദ്യം ലെബനനിലെ സാബ്ര ഷാറ്റ്ല അഭയാർത്ഥി ക്യാമ്പുകൾ നടന്ന നിഷ്ഠൂരമായ കൂട്ടക്കൊലയുടെ ആസൂത്രകനും കാർമ്മികനുമാണ് മിസ്റ്റർ ഏരിയൽ ഷാരോൺ. ആ ഏരിയൽ ഷാരോൺ 92 ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരുന്നു. ആ ഏരിയൽ ഷാരോണിനെയാണ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഹിന്ദി, ഹീബ്രു, ബായ് ഒക്കെ വിളിച്ചു. അതൊക്കെ വേറെ വിഷയം. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നിട്ടും ഇന്ത്യയിലെ ഒരു ഭരണാധികാരി ഇസ്രായേലിൽ പോയിരുന്നില്ല.
നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയാണ് വന്നത്. നാം കാണേണ്ട കാര്യം, ഇന്ത്യക്ക് പ്രഖ്യാപിതമായൊരു നിലപാടുണ്ടായിരുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയെ സംഘടിപ്പിച്ച് മതദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രമുണ്ടാക്കുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ആ നിലപാടുകൾ ഇന്ന് അതിശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭമാണ്. 1940-കളിലെ കോളനി വിരുദ്ധ സമരങ്ങളുടെ അതിശക്തമായ മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്രഗതിയിലാണ് സാമ്പ്രദായത്വ ശക്തികൾ മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്രവാദങ്ങൾ ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അറബ് ലോകത്ത് ഈജിപ്താണ് അറബ് ദേശീയതയുടെ പ്രയോഗശാസ്ത്രം വികസിപ്പിച്ച രാഷ്ട്രം എന്ന് പറയുന്നത്. മഹാനായ നാസർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അറബ് ദേശീയതയെ നിർണയിക്കുകയും എന്താണ് അറബ് ദേശീയ എന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുകയും അത് എത്രത്തോളം കോളനി വിരുദ്ധമാണ്, സാമ്പ്രദായത്വ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ എന്താണ്, ഈജിപ്തിലെ നാസർ ഈജിപ്തിനകത്തുനിന്ന് തന്നെ ഇസ്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ തന്നെ വലിയ ഭീഷണി നേരിട്ടു. ഇസ്ലാം ദേശീയത അംഗീകരിക്കുന്നുണ്ടോ, ഇസ്ലാം സെക്കുലറിസ്റ്റ് അംഗീകരിക്കുന്നുണ്ടോ, ഇസ്ലാം ആധുനിക അർത്ഥത്തിലുള്ള രാഷ്ട്രങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന വാദമുയർത്തി. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം, ബദർഹെട്ട് പോലുള്ള സംഘടനകൾ സാമ്പ്രദായത്വത്തിന്റെ കയ്യിൽ കളിച്ചുകൊണ്ട് നാസറുടെ അറബ് ദേശീയതയ്ക്ക് വേണ്ടിയുള്ള അറബ് സമൂഹങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളെ, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളെ വലിയ രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമങ്ങളെയെല്ലാം നമ്മളൊരു രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞ ആ കുത്തിത്തിരിപ്പുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സൂയസ് കനാലിന്റെ ദേശാൽക്കരണം, അസ്വാൻ അണക്കെട്ടിന്റെ നിർമ്മാണം, അതുവഴി സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്ക് ഈജിപ്തിനെയും അറബ് സമൂഹങ്ങളെ നയിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. അതിനെയെല്ലാം അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു താവള കേന്ദ്രം, ഒരു താവള പ്രദേശം, ഒരു ഔട്ട് പോസ്റ്റ് എന്ന നിലക്കാണ് ഇസ്രയേൽ രാഷ്ട്രത്തെ സർവ്വ സാമ്രാജ്യത്വ ശക്തികളും ഒന്നിച്ചു നിന്ന് ശക്തിപ്പെടുത്തി നിലനിർത്തിയത്. ഇസ്രയേലിന്റെ വരുമാന മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഇന്നതൊരു വലിയ ആയുധ നിർമ്മാണവും കച്ചവടവും ഒക്കെ ഉള്ള ഒരു വലിയൊരു സാമ്രാജ്യത്വ ശക്തിയാണ്. പക്ഷെ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തിന്റെ ഘട്ടത്തിൽ ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആക്കി ആ ഇസ്രയേലിനെ മാറ്റുന്നതിൽ അമേരിക്കൻ പെന്റഗണാണ്, അമേരിക്കൻ പ്രതിരോധ വകുപ്പാണ്, അമേരിക്കൻ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അവർക്ക് പണം കൊടുത്തു, അവർക്ക് ആയുധങ്ങൾ കൊടുത്തു. അങ്ങനെയാണ് ഇസ്രയേലിനെ ഇന്നത്തെ രീതിയിൽ ഹിംസാത്മകമായ ഒരു സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തിയായിട്ട്, അധിനിവേശ ശക്തിയാക്കി വളർത്തിയെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ അക്കാദമിക് താല്പര്യങ്ങൾക്കപ്പുറത്ത് വർത്തമാന ലോകത്തെ രക്തപങ്കിലമാക്കുന്ന, വർത്തമാന ലോകത്തെ അങ്ങേയറ്റം കലുഷിതമാക്കുന്ന ഒരു പ്രശ്നമാണ് പാലസ്തീൻ പ്രശ്നം എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന അവാസ്തവങ്ങളെ, ചരിത്രവിരുദ്ധമായ യുക്തിരഹിതമായ ഈ ബൈബിളിക കഥകളെ എല്ലാം തന്നെ കൃത്യമായി വസ്തുതാപരമായി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഓൺലൈൻ സംവാദങ്ങൾ നമുക്ക് ദീർഘനേരം വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു പോകാൻ പറ്റില്ല. ഇത്തരം ഓൺലൈൻ സംവാദങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും. ഇസ്രയേലിൻ്റെ ചരിത്രത്തെയും പാലസ്തീൻ പ്രശ്നത്തിൻ്റെ ഹിസ്റ്റോറിക്കലായ റൂട്ടിനെയും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ പ്രതിരോധത്തിന് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു കുഞ്ഞിക്കണ്ണൻ സാർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മോട് സംവദിക്കുന്നത് അബ്ദുൽ മജീദ് സൊലായി സാറാണ്. അദ്ദേഹത്തെ ഡോക്ടർ എ അബ്ദുൽ മജീദ് സൊലായി സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ഫസൽ ഗഫൂർ, CP ജോൺ, കുഞ്ഞിക്കണ്ണൻ സാർ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ ശ്രദ്ധേയമായ ഒരു വെബിനാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ്റെ ചരിത്രവും അതിൻ്റെ പൗരാണികതയും വളരെ ആഴത്തിലിറങ്ങി ചർച്ച ചെയ്ത, അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ഒരു വെബിനാർ സംഘടിപ്പിക്കുവാൻ സാധിച്ച MES പൊന്നാനി കോളേജിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. താൽക്കാലികമായി ഇസ്രായേലും ഹമാസും വെടിനിർത്തലിന് സന്നദ്ധമായതിനു ശേഷമുള്ള ഒരു ചർച്ചയാണിത്. വിഷയത്തിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച്
നമുക്കൊരു ഉൾക്കാഴ്ച നൽകുന്ന അവതരണങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വെബിനാറിൽ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഈ വിഷയങ്ങൾ ഒരു 3-4 തലത്തിൽ വായിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് രീതിയിൽ വായിക്കുന്ന ആളുകൾ. 2, ഈ പ്രശ്നത്തെ മൊസാദിയൻ തത്വങ്ങൾക്ക് അല്ലെങ്കിൽ അടിത്തറയിൽ നിന്നുകൊണ്ട് വായിക്കുന്ന ആളുകൾ. 3-മതായി ഈ പ്രശ്നത്തെ ഒരു സിമി ആശയത്തിൽ നിന്ന് വായിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ. 4-മതായി നീതിയുടെ പക്ഷത്ത് ഇതൊരു നീതിയുടെ പ്രശ്നമാണ് എന്ന രൂപത്തിൽ വായിക്കുന്ന ആളുകൾ. ഇതൊരു നീതിയുടെ വിഷയമാണ് എന്ന തലത്തെ അംഗീകരിക്കുകയും ആ രൂപത്തിൽ ചിന്തിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ അങ്ങനെയുള്ള സംസാരങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, തിയോഡർ ഹെർസൽ എന്ന സയണിസത്തിന്റെ പിതാവ് ഈ ആശയം അഥവാ ജൂതർക്ക് അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യൻ സിയോണിസ്റ്റുകൾ, ഇവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗം ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ അവർ ഈ ആശയം മുന്നോട്ട് വെക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചെതറി കിടക്കുന്ന രാഷ്ട്രമില്ലാത്ത ഒരു ജനതയ്ക്ക് ഒരു രാഷ്ട്രം എന്നുള്ള ആശയം പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗമാണ് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. തിയോഡർ ഹെർസൽ ഈ ക്രിസ്ത്യൻ സിയോണിസത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യൂറോപ്പിൽ നിന്ന്, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിന്നൊക്കെ കുടിയേറിയ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗം അമേരിക്കയിൽ വലിയ സ്വാധീന ശക്തിയായി മാറിയത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ സ്വാധീനം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. കാരണം വളരെ ന്യൂനപക്ഷമായ ജൂത വിഭാഗത്തിന് എങ്ങനെയാണ് അമേരിക്കൻ പൊളിറ്റിക്സിലും അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും ഇത്രമേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് എന്നുള്ള ചർച്ച നടക്കുമ്പോൾ ജൂതരുടെ പിൻബലം എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗമാണ് എന്നുള്ള ഒരു വസ്തുത നാം തിരിച്ചറിയുകയും അങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത്, കേരളത്തിൽ ഒരു വായന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരുപാട് ക്ലിപ്പുകൾ, ഒരുപാട് വീഡിയോ പ്രഭാഷണങ്ങൾ, എഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവര് ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പിഴുതെറിഞ്ഞുകൊണ്ട് ഫലസ്തീൻ മക്കളെ അവിടുന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് ജൂതർക്ക് പൂർണ്ണമായി ഫലസ്തീന്റെ മണ്ണ് നൽകണം എന്ന തരത്തിലുള്ള വാദമാണ് ഈ ഇവാഞ്ചലിക്കൽ വിഭാഗം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും, മൊസാദിന്റെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വായന. അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഫാസിസ്റ്റുകളാണ് ആ വായന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റുകളുടെ വായനയിൽ നിന്ന് വ്യക്തമാണ് അത് ഒരു വംശീയ ഉന്മൂലനത്തിന്റെ സ്വരമാണ്. വംശീയ ഉന്മൂലനത്തിന് ബലം നൽകുന്ന വർത്തമാനങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ധമായ ഒരു വംശത്തോടുള്ള വെറുപ്പാണ് അവരുടെ ഈ വായനയിലും എഴുത്തിലും ഒക്കെ തെളിഞ്ഞു കാണാൻ കഴിയുന്നത്. 3-മത്തെ ഒരു വിഭാഗമുള്ളത് ഇല്ലെങ്കിലും ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഹമാസ് ആണ്. ഹമാസ് സമം ഫലസ്തീൻ, ഫലസ്തീൻ സമം ഹമാസ്. ഈ രൂപത്തിൽ അതിനെ വായിക്കുന്ന ഒരു വിഭാഗത്തെ കാണാൻ കഴിയും. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ആളുകള് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി അങ്ങേയറ്റത്തെ പീഡനങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം. അവർക്ക് അവരുടെ മണ്ണ് തിരിച്ചു നൽകണം, അതാണ് നീതി എന്ന് പറയുന്ന വിഭാഗമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്ന് നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇസ്രായേൽ ചെയ്യാറുള്ളത്. ഇപ്പോഴുള്ള പ്രശ്നം ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന ഒരു ഖുദ്സ് പ്രവിശ്യയുണ്ട്. അവിടെ വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ കുടുംബം, അങ്ങനെയുള്ള നമുക്ക് ഫലസ്തീനിൽ പോയ ആളുകൾക്കറിയാം, ഒരുപാട് അത്തരത്തിലുള്ള ചെറിയ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട്. വലിയ വലിയ കുന്നുകളില് വലിയ സെറ്റിൽമെന്റുകളും താഴ്ഭാഗങ്ങളില് ദരിദ്രരായ ഫലസ്തീനികളും ജീവിക്കുന്ന അത്യന്തം ദയനീയമായ കാഴ്ചയാണ് നമുക്ക് ഫലസ്തീനിൽ കാണാൻ കഴിയുക. ഇത് 2 പ്രാവശ്യം അവിടെ പോകുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളും അത് കണ്ടു കാണും. കാരണം ആ 2 വിഭാഗങ്ങളുടെ ജീവിത രീതി കൃത്യമായി മനസ്സിലാക്കാൻ ഒന്ന് യാത്ര ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗൈഡുമാരൊക്കെ ഇത്തരത്തിലുള്ള പഴയ
പ്രവിശ്യകൾ നമുക്ക് കാണിച്ചു തരും. അപ്പൊ അതിൽപ്പെട്ട ഒരു പ്രവിശ്യയാണ് ഷെയ്ഖ് ജറാഹ് എന്ന പ്രവിശ്യ. അതൊരു കോടതി വിധിയിലൂടെ അവിടുത്തെ വളരെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ പുറത്താക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ ചെറുത്തതിന്റെ ഫലമായി കൊണ്ടാണ് പുതിയ സംഘർഷം ആരംഭിക്കുന്നത്. ഈ സംഘർഷം ചൂഷണം ചെയ്യുവാൻ വേണ്ടി മസ്ജിദുൽ അഖ്സയിലേക്ക് ഇസ്രായേൽ സൈന്യം കടക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് വിശ്വാസി ലക്ഷങ്ങൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു പ്രദേശമാണ് ബൈത്തുൽ മഖ്ദിസ്. മക്കയും മദീനയും കഴിഞ്ഞാൽ അവരുടെ നെഞ്ചകങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു പ്രദേശമാണ് ബൈത്തുൽ മഖ്ദിസ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമളാനിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായിട്ട് ധാരാളം ആളുകൾ അവിടെ എത്തും. അവരെ ഭയപ്പെടുത്തി, അവരെ വെടിവെച്ചു, അവരെ ആട്ടിയോടിച്ചു, അങ്ങേറ്റം ക്രൂരത അവരോട് കാണിച്ചു. മാത്രമല്ല, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയുടെ മുന്നിലുള്ള ഖുബ്ബത്തു സഹ്റ എന്ന് പറയുന്നത്, അതാണ് നമുക്ക് ഫോട്ടോകളിലൊക്കെ കാണുന്നില്ല, ഒരു ഗോൾഡൻ കുബ്ബയായിട്ടുള്ള സ്ഥലം, അതിന് ഖുബ്ബത്തു സഹ്റ എന്നാ പറയുന്നത്. ആ ഖുബ്ബത്തു സഹ്റയിലാണ് സ്ത്രീകൾ നമസ്കരിക്കുന്നത്. അവിടെ കയറി സ്ത്രീകളെ അങ്ങേയറ്റം പീഡിപ്പിക്കുകയും അതുപോലെ ഭയപ്പെടുത്തുകയും ചെയ്ത് അവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ചു. അതിനെതിരെ ലോകം ഒന്നിച്ച് ശബ്ദിച്ചു. അത് നമ്മൾ മനസ്സിലാക്കണം. ലോകം ഒന്നിച്ച് ശബ്ദിച്ചു. കാരണം ഈ പരിശുദ്ധ റമളാനിൽ ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ പിന്തുണയുണ്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ യുദ്ധം പെട്ടെന്ന് ഗസയിലേക്ക് മാറുന്നത്. ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ആധിപത്യം ഹമാസിനാണ്. ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ കൂടി നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ കുഞ്ഞിക്കണ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ ബ്രദർഹുഡിന്റെ ഫലസ്തീൻ ഘടകമാണ് ഹമാസ് എന്നുള്ളത്. അത് ഞാൻ പറയുന്നതല്ല, അവരുടെ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് കൃത്യമായിട്ട് എഴുതി വെച്ച കാര്യമാണ്. അവരുടെ ഇപ്പോഴത്തെ നേതാക്കളായ ഖാലിദ് മിഷൽ, അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ അക്കാര്യം നിങ്ങൾക്ക് സുതരാം ബോധ്യമാകും. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് ഖുമൈനിയാണ്, ഇറാൻ ആശയമാണ് ഞങ്ങളുടെ ആശയം. അതോടൊപ്പം ഞങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുന്ന മറ്റൊരു ഘടകം എന്നുള്ളത് ബ്രദർഹുഡിന്റെ ആശയമാണ്, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആശയമാണ്. ഷീ മിലീഷ്യകളായിട്ടുള്ള ഒരുപാട് സംഘങ്ങളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഷിയ പ്രചാരണവും അതോടൊപ്പം തന്നെ അധിനിവേശ പ്രവർത്തനങ്ങളും നടത്തുവാൻ വേണ്ടി ഇറാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഷീ മിലീഷ്യകൾ ഒരുപാടുണ്ട്. ഫൈലക്കുൽ ഖുദുസ് സേന, റവല്യൂഷണറി ഗാർഡ്, ഹറസുൽ വത്തൻ, ഹറസുൽ സൗരി, അതുപോലെ തന്നെ ലബനാനിലെ ഹിസ്ബുള്ള, അതുപോലെ ഈ അൽ ഹഷ്ദു ഷഅബി എന്ന് പറയുന്ന ഇറാഖിലെ സംഘങ്ങളൊക്കെ തന്നെയും ഷിയാക്കളുടെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുവാനും ഷിയാക്കളുടെ പേർഷ്യൻ സാമ്രാജ്യത്വ മോഹം വിപുലമാക്കുവാനും വേണ്ടി അവർ ഉപയോഗിക്കുന്ന സംഘങ്ങളാണ്. ഈ സംഘങ്ങളെ മാതൃകയാക്കിക്കൊണ്ടാണ് ഏത് കാലഘട്ടത്തിലും ഹമാസ് പ്രവർത്തിക്കുന്നത് എന്ന് ഖാലിദ് മിഷലും അതുപോലെ ഇസ്മായിൽ ഹനിയും ഒക്കെ പറയുന്ന കാര്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ പോരാട്ടം പിന്നീട് നേരെ ഗസയും ഇസ്രായേലും തമ്മിലാവുകയാണ്. ഗസ അല്ലെങ്കിൽ ഗാസ എന്ന് പറയില്ലതാണ്. ആ ഗസയും ഇസ്രായേലും തമ്മിലാവുകയാണ്. എന്നും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഈ സംഘർഷം നേരെ എന്ത് ചെയ്യും? ഗസയിലേക്ക്. കാരണം ഗസയെ സംബന്ധിച്ചിടത്തോളം അതിനെ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായും അവിടുത്തെ ഹമാസ് അവരുടെ കയ്യിലുള്ള ദുർബലമായ ആയുധങ്ങൾ ടെൽ-അവീവിന് നേരെ പ്രയോഗിക്കും. അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണ്. ഈ പ്രാവശ്യം ഏകദേശം 4000-ഓളം മിസൈലുകളാണ് ടെൽ-അവീവിന്റെ നേരെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ദുർബലമായ ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത്യന്താധുനികമാണ്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് അങ്ങോട്ട് റോക്കറ്റുകൾ വിട്ടാലും അതിനെ തടയുവാനുള്ള വലിയ വലയങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞ സംഭവമാണ്. എങ്ങനെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ സൈനിക ശക്തിയായത്? അവർ സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ ലോക രാഷ്ട്രങ്ങൾ, വൻശക്തി രാഷ്ട്രങ്ങളെല്ലാം ഇവർക്ക് സമ്മാനിക്കുന്നുണ്ട്. ആയുധങ്ങൾ പരിശോധിക്കാൻ, അതിന്റെ പ്രഹരശേഷി പരിശോധിക്കാൻ ഇസ്രായേലിനാണ് പലരും ആയുധങ്ങൾ നൽകുന്നത് എന്ന് പോലും ചില ലേഖനങ്ങളിൽ വായിച്ചതായി ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ബാഹ്യശക്തികൾ, പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിസ്റ്റുകൾ, അവർക്ക് യൂറോപ്യൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഒക്കെ വലിയ സ്വാധീനമാണ്. അതുകൊണ്ട് തന്നെ ജൂതർക്ക് എല്ലാ നിലക്കുമുള്ള ഫണ്ടും എല്ലാ നിലക്കുള്ള ആയുധങ്ങളും നൽകി അവര് ഈ ഫലസ്തീനികളെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയാണ്, നമ്മൾ ഫലസ്തീനികളുടെ കൂടെയാണ്, നീതിയുടെ പക്ഷത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട് അവർക്ക് തിരിച്ചു കിട്ടണം.
എന്നാൽ പൂർണ്ണമായി തിരിച്ചു കെട്ടുന്ന ഒരു സാഹചര്യമാണോ ഇന്ന് ലോകത്തുള്ളത്? ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും ഫലസ്തീനിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ഇന്ന് കഴിയുമോ? അല്ലെങ്കിൽ ഫലസ്തീനികളെ മൊത്തത്തിൽ അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ കഴിയുമോ? രണ്ടും സാധ്യമല്ല. എന്നാൽ ഒരു അനുരഞ്ജനത്തിന്റെ വഴിയാണ് 1950 മുതൽ തന്നെ അവിടെ നടന്നിട്ടുള്ളത്. 1959-ലും 1964-ലും 1965-ലും ഒക്കെ അവിടെ ഫത്തഹും അതുപോലെ തന്നെ PLOയും ഒക്കെ ഉണ്ട്. അവരൊക്കെ തന്നെയും ഒരു അനുരഞ്ജനത്തിന്റെ വഴിയാണ്, സന്ധി സംഭാഷണങ്ങളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ ശ്രമങ്ങൾക്ക് അറബ് ലോകം വലിയ പിന്തുണ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള സന്ധി സംഭാഷണങ്ങളെയും കിഴക്കൻ ഖുദ്സ് ആസ്ഥാനമായി കൊണ്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീനെയും ഒരിക്കലും അംഗീകരിക്കാത്തവരാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധിപത്യവും സ്വാധീനവും ഗസയിലാണ്. അതിനെ ഈ വെസ്റ്റ് ബാങ്കിലേക്കും ഖുദ്സിലേക്കും റാമല്ലയിലേക്കും നീക്കുക എന്നുള്ളത് അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കാരണം റാമല്ലയിലും വെസ്റ്റ് ബാങ്കിലും അതുപോലെ ഈ ഖുദ്സിലുമൊക്കെ സ്വാധീന ശക്തി എന്ന് പറയുന്നത് ഫത്തഹിനും അതുപോലുള്ള മറ്റു വിമോചന പോരാളികൾക്കുമാണ്. അപ്പോൾ വിമോചന പോരാളികൾ തമ്മിലുള്ള എതിർപ്പും അസൂയയും കുശുമ്പും ഇന്ന് ഫലസ്തീൻ ജനതയെ എത്രമാത്രം വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന വസ്തുത സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഹമാസ് സമം ഫലസ്തീൻ, ഫലസ്തീൻ സമം ഹമാസ്, എന്നിട്ട് ഹമാസ് എന്നൊക്കെ കയ്യിൽ കൊത്തിവെച്ചുകൊണ്ടും പച്ച കുത്തിക്കൊണ്ടും നടന്ന് ഹമാസിന്റെ ചുണക്കുട്ടികൾക്ക് വേണ്ടി ജൈവിളിക്കാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഹമാസ് ആയാലും ഫത്തഹ് ആയാലും മറ്റു ജിഹാദുൽ ഇസ്ലാമിന്റെ സംഘങ്ങളായാലും അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ബാഹ്യശക്തികളാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബാഹ്യശക്തികളുടെ ഷീഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ബ്രദർഹുഡ് ആശയങ്ങൾ നിലനിർത്തുക, ഒരു സായുധ സംഘമായി നിലനിർത്തുക എന്നതൊഴിച്ച് ഫലസ്തീൻ ജനതയെ ഈ ദുരന്തപൂർണമായ സാഹചര്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല എഴുത്തുകാരും, കഴിഞ്ഞ ദിവസം ഒരു ലബനാൻ എഴുത്തുകാരൻ എഴുതിയ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. 90കളിൽ കല്ലുകൊണ്ട് നടത്തിയ ഇന്തിഫാദയ്ക്ക് തുല്യമായ ഒരു പ്രവർത്തനം ഇപ്പോൾ ഹമാസിന് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വലിയ ആയുധങ്ങൾ കൊണ്ടും റോക്കറ്റുകൾ കൊണ്ടും ഒക്കെ അവർ ടെല്ലവീവിനെ നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും അന്നത്തെ കല്ലുകൊണ്ടുള്ള ഇന്തിഫാദ കൊണ്ടാണ് ഓസ്ലോ കരാർ പോലും ഉണ്ടായത്. ഓസ്ലോ കരാറിന് ശേഷമാണല്ലോ പിന്നീട് ഇസ്ഹാഖ് റബീൻ കൊല്ലപ്പെടുന്നത്. കാരണം ഇസ്ഹാഖ് റബീന്റെ ആ തീരുമാനത്തെ പോലും അംഗീകരിക്കുവാൻ ജൂത തീവ്രവാദികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോ ഇന്ന് അറബ് രാജ്യങ്ങളൊക്കെ തന്നെയും ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ നിലകൊള്ളുന്നതും ഒരു കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ള ആശയമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായി ഫലസ്തീൻ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുവാനാണ് ബ്രദർഹുഡിന്റെ സായുധ സംഘങ്ങളും അവരുടെ ഘടകങ്ങളുമൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ള സങ്കടകരമായ ആശയം ഇവിടെ പങ്കുവെക്കാതിരിക്കുവാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വായനകൾക്കൊക്കെ നമ്മൾ എതിരാണ്. ഒന്ന് ഇവാഞ്ചലിസ്റ്റ് വായനക്കെതിരാണ്, മൊസാദിയൻ വായനക്കെതിരാണ്, ഇസ്ലാമിസ്റ്റ് വായനക്കെതിരാണ്. നമ്മൾ നീതിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ സാമ്രാജ്യത്വ ശക്തികളാണ് ജൂതരെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സൂയസ് കനാലും അതുപോലെ തന്നെ എണ്ണയും അതുപോലുള്ള പശ്ചിമേഷ്യയിലെ വലിയ വിഭവങ്ങളും കണ്ടുകൊണ്ട് അത് തട്ടിയെടുക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ എന്ന ഈ ചട്ടമ്പി രാഷ്ട്രത്തെ ഫലസ്തീന്റെ അകത്ത് കുടിയിരുത്തിയിട്ടുള്ളത്. എന്തുമാത്രം വലിയ ക്രൂരതയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ തിയോഡർ ഹെർസലിന് പോലും ഇത് ഫലസ്തീനിലാവണം എന്ന് വലിയ ആശയമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് ഉഗാണ്ടയിലായാലും ജർമ്മനിയിലായാലും കാനഡയിലായാലും അർജന്റീനയിലായാലും ജൂതർക്കൊരു രാജ്യം വേണമെന്നൊരു ആശയമൊന്നും ആദ്യതലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗമാണ് നമ്മളുടെ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട്, അതുകൊണ്ട് ജൂതർക്ക് തന്നെ ഫലസ്തീൻ വേണം, ജൂതർ ഈ ഫലസ്തീൻ പൂർണ്ണമായി കീഴടക്കുമ്പോൾ മാത്രമാണ് യേശുവിന്റെ രണ്ടാം വരവ് സുഗമമാകുന്നത് എന്നുള്ള വളരെ വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ജൂതർക്ക് എല്ലാ തലത്തിലുള്ള സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിർത്തുകയാണ്. എന്റെ വാദം അല്ലെങ്കിൽ എന്റെ ആശയം ഇത്രയാണ്. ബാഹ്യശക്തികളാണ് ഫലസ്തീനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജൂതർക്ക് പിൻബലം നൽകുന്ന ഈ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗവും അവരുടെ രാഷ്ട്രീയ ശക്തികളും, മറ്റൊരു ഭാഗത്ത് ഷീഈ ബ്രദർഹുഡ് മിലീഷ്യകളും അവരുടെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന വിമോചന പോരാളികൾ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വേഷം കെട്ടിയാടുന്ന വിഭാഗങ്ങളും. ഈ തെറ്റായ വായന കേരളത്തിൽ വല്ലാതെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ആശയം പറയുന്നത്. ഞങ്ങൾ നീതിയുടെ പക്ഷത്താണ്, ഞങ്ങൾ ഫലസ്തീൻ ജനതയുടെ പക്ഷത്താണ്,
ഫലസ്തീനികളുടെ വിമോചനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. അങ്ങനെയുള്ള ഒരു വായനയാണ് പ്രായോഗികമായിട്ടുള്ളത്. അതാണ് ഇന്ത്യയിലെ നേതാക്കൾ നടത്തിയിട്ടുള്ളത്. സെക്യുലറായിട്ട് ഈ കാര്യങ്ങളെ കാണുന്നവർക്കൊക്കെ അങ്ങനെയെ കാണാൻ കഴിയൂ എന്നൊരാശയം മാത്രം പങ്കുവെച്ചുകൊണ്ട് ഈ സെമിനാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു. കേൾക്കുന്നുണ്ടോ? ഓ, സർ. ഉണ്ട് ഓക്കെ. സാറേ, ഒന്ന് സംസാരിക്കാം സാറേ. സമ്മപ്പിയ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സെമിനാറാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത പണ്ഡിതന്മാർ അവർ പല വിഷയങ്ങളാണ് അവതരിപ്പിച്ചത്. ഇപ്പോ ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ഐതിഹ്യ ചരിത്രത്തിലോട്ട് മാത്രമാണ് പോയത്, അതിനപ്പുറത്തോട്ട് ഞാൻ പോയിട്ടില്ല. ഐതിഹ്യ ചരിത്രം. അതേസമയം കുഞ്ഞിക്കണ്ണേട്ടൻ അദ്ദേഹം അതിന്റെ സാമ്രാജ്യത്വത്തിന്റെ പല മുഖങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം നമ്മുടെ മൂലധനം, മനസ്സിലായില്ലേ, അതിനോട് സാമ്രാജ്യത്വം എടുത്തിട്ടുള്ള ആ സമീപനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അത് ചിത്രീകരിച്ചു. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ, അഫ്കോഴ്സ് CPM ഇടതുപക്ഷത്തിന്റെ ആള് തന്നെയാണ്, പക്ഷെ വളരെ ശക്തമായിട്ട് കേട്ടി അത് നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സെമിനാറിൽ എനിക്ക് പറയാതിരിക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങൾ, പ്രേമേന്ദ്രൻ ഒരു സെമിനാറിൽ പങ്കെടുത്തു 2 ദിവസങ്ങൾക്ക് മുമ്പ്. ഇപ്പോ കുഞ്ഞിക്കണ്ണേട്ടൻ പങ്കെടുക്കുന്നു, CP പങ്കെടുക്കുന്നു. അതിന് CPI ആയാലും CPM ആയാലും ഏതൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ, RSP ആയാലും, അവരൊക്കെ ഒറ്റ സ്വരത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണത്. ഇതിൽ മതമില്ല, മതത്തിന്റെ വിഷയമേ അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എടുത്തിട്ടുണ്ട്. CP ആണെങ്കിൽ നമ്മളെ സൂയസ് കനാലിന്റെ തുടക്കവും അതേമാതിരി തന്നെ ഇന്നത്തെ ബാൽഫോർ ഡിക്ലറേഷനും പൈക്കോട്ട് അഗ്രിമെന്റും അതുമാതിരിയുള്ള വളരെ ചരിത്രപരമായ, ഞാൻ അതുകൊണ്ടാണ് ഈ വ്യക്തിത്വങ്ങളെ വിളിക്കാൻ പറഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് ഇവരെല്ലാം കാഴ്ചപ്പാടുകൾ അറിയാം. അതുകൊണ്ടാണ് അതിന്റെ ചരിത്രം വളരെയേറെ ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് CP. ഞാൻ തന്നെ പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം എന്നെ തിരുത്താറുണ്ട് പല കാര്യത്തിൽ. അത് അങ്ങനെയല്ല ഡോക്ടർ, എങ്ങനെയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള CP. പിന്നെ ഞാൻ മജീദ് സലാഹി സാഹിബിനെ തെരഞ്ഞെടുത്തത് ചില തെറ്റിദ്ധാരണകളുണ്ട് ഇവിടെ. ഇസ്ലാമിക ലോകം മുഴുവനും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തെറ്റായ ഒരു ധാരണയുണ്ട്. ചിലപ്പോ കുഞ്ഞിക്കണ്ണേട്ടനും ഉണ്ടാവും, കാരണം അദ്ദേഹം ചിലപ്പോ അതിന്റെ ഉള്ളിൽ പോയി പഠിച്ചിട്ടുണ്ടാവില്ല സംഭവങ്ങൾ. അത് ഒരു ഇസ്ലാമിസ്റ്റ് സെറ്റപ്പാണ്. അപ്പൊ നമ്മൾ ലോകത്ത് എന്താ പറയാ, ബോക്കോ ഹറാമിനെയും അൽ ഖായിദയെയും ISISനെയും ISISനെ ഒക്കെ നമ്മൾ എതിർക്കുന്നുണ്ടല്ലോ. അതേമാതിരി തന്നെ ഇവൻ ബംഗ്ലാദേശിൽ നമ്മൾ ബംഗ്ലാ നാഷണലിസ്റ്റുകളെ നമ്മൾ എതിർക്കുന്നുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വയെ നമ്മൾ എതിർക്കുകയാണെങ്കിൽ നേരത്തെ നമ്മുടെ മജീദ് സലാഹി പറഞ്ഞ മാതിരി ആ ഇവാഞ്ചലിസ്റ്റുകളെയും നമ്മൾ എതിർക്കണം. ക്രൈസ്തവ രാഷ്ട്രം സൃഷ്ടിക്കാൻ പുറപ്പെടുന്നവരെ നമ്മൾ എതിർക്കണം. ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാൻ പോകുന്നവരെ എതിർക്കണം. ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ പോകുന്ന എതിർക്കണം. മാനവരാഷ്ട്രമേ ഉള്ളൂ ഇവിടെ. അതിൽ നിരീശ്വരവാദികൾക്കും സ്ഥാനമുണ്ട് എന്ന് കുഞ്ഞിക്കണ്ണേട്ടൻ ഇരിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും നമുക്ക് അങ്ങനെ പങ്കിടാൻ പറ്റില്ല. ഇന്നലെ മിഞ്ഞാന്നാളെ മന്ത്രിസഭയുടെ ഇതിന് പോയപ്പോ ചില ആൾക്കാരെങ്കിലും അത്ര നായരുണ്ട്, ഇത്ര ഇതുണ്ട്, അല്ലെങ്കിൽ ഇഴവനുണ്ട് പറഞ്ഞപ്പോ ഞാൻ തമാശ അവരതിലൊന്നും പെടുന്നവരല്ല. അവരിതിലൊന്നും വിശ്വസിക്കുന്ന, ഞാൻ അവര് മറ്റേ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോലും കേട്ടവരാണ്. അപ്പൊ അവരാ കൂട്ടത്തിലും പെടുത്തണ്ട. വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് പങ്കുവെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്ന് തമാശയിൽ പറയണ്ടേ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ശരണം സ്വീകരിച്ച് വന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരോടും, പിന്നെ പൊന്നാനിയിലെ ഈ പൊന്നാനി കോളേജിനോടും അതിന്റെ അധികൃതരോടും, പ്രിൻസിപ്പള്, പിന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരോടും, പിന്നെ CP പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. അതില് CP പറഞ്ഞ എല്ലാ സ്ഥലത്തും നിങ്ങളിത് നടത്തണം. കാരണം ചില തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഇത് ഇസ്ലാമിനെതിരായിട്ട് തിരിക്കാൻ ആയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ തടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള സെമിനാറുകൾ വേണം. കാരണം ബുദ്ധിജീവികളിൽ നിന്നാണ് നമുക്ക് പിന്തുണ ലഭിക്കേണ്ടത്. കഴിഞ്ഞ CPM KT കുഞ്ഞിക്കണ്ണൻ നടത്തിയ സെമിനാറിൽ 24 കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള
ചിന്തകരാണ് അതിൽ പങ്കെടുത്തത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തി കൊണ്ടായിരിക്കണം പോരാട്ടം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എത്ര ശതമാനം അവരുണ്ട്, എത്ര ശതമാനം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അടിസ്ഥാനപരമായിട്ട് സൈദ്ധാന്തികമായിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്, അല്ലെ? എണ്ണം കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തും. അജിം സാർ, ഇനി ആരെങ്കിലും സംസാരിക്കും? കടവനാട് സാറ് ഉണ്ടല്ലോ, കടവനാട് സാറൊക്കെ ഉണ്ടല്ലോ. സാറിനോട് ചോദിച്ചു നോക്കൂ. സാർ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, ഞാനൊന്നും പറയാനില്ല. പറയുന്നില്ല. സാറ് ഓ സാറേ, ആ അല്ല എന്താണെങ്കിലും വളരെ സന്തോഷം സാറേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള ഒരു ആശങ്കയുള്ള ഒരു വിഷയം വളരെ ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. അതെ, വളരെ വളരെ ഗംഭീരമായിട്ട് ഇത് സംഘടിപ്പിക്കാനും വളരെ ഗംഭീരമായി നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിന് എല്ലാവരോടും സെക്രട്ടറി എന്നുള്ള രീതിയിലുള്ളൊരു നന്ദി കൂടി ഞാനിവിടെ പറയുകയാണ്. സെയ്ദലവി സാർ ഒരു നന്ദി, ഒരു ഒഫീഷ്യലായിട്ട് നന്ദി പറഞ്ഞു. താങ്ക് യു. ബഹുമാനായ ഡോക്ടർ ഫസൽ ഗഫൂർ സാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള CP ജോൺ സാർ, ബഹുമാനായ കുഞ്ഞിക്കണ്ണൻ സാർ, ഡോക്ടർ അബ്ദുൽ മജീദ് സലായി സാർ, പ്രിൻസിപ്പാൾ കടവനാട് സാർ, റഷീദ് ഖാൻ, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, വളരെ നല്ല രീതിയിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടുള്ളത് ബഹുമാനായ ഫസൽ ഗഫൂർ സാറിനോടാണ്. കാരണം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കി എല്ലാ സംഗതികളും സാറ്, എല്ലാ കാര്യങ്ങളും ഫസൽ ഗഫൂർ സാറാണ് ചെയ്തു തന്നത്. സാറിനോട് ഹൃദയം തുറന്ന നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അതൊരു ഔപചാരികതയുടെ പേരിലെങ്കിലും സാറിന് എന്താ പറയാ, നമ്മുടെ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. അത് പറഞ്ഞാൽ തീരില്ല. എല്ലാവരോടും, പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും, പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകൻ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ലിൻഷീർ അലി സാറും ഇതിന്റെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്നുകൊണ്ട് ചെയ്തു തന്നു. പ്രിൻസിപ്പാൾ, അതുപോലെ സെക്രട്ടറി റഷീദ് ഖാൻ, എല്ലാവരോടും, കടവനാട് സാറ്, സലാമൊക്കെ എല്ലാവരോടും ഒറ്റവാക്കില് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി നമ്മുടെ ഈ ഒരു വെബിനാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.